SK Hotspot. Welcome to SK Hotspot on Sargakshetra 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മുടെയൊക്കെ സ്വന്തം, നമ്മുടെയൊക്കെ പ്രിയങ്കരമായി മാറിയ ഒരുപാട് പാട്ടുകൾക്ക് തൂലിക നൽകിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ആ ലിറിസിസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, സുഹൈൽ കോയ. ഇക്ക, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. താങ്ക് യു സോ മച്ച് ജോ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, സാധാരണ നമ്മളിങ്ങനെ ഓരോ പാട്ടുകളും നമ്മളിങ്ങനെ പറയും, ഓക്കെ സുഹൈൽ കോയ വരികൾ എഴുതിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ വ്യക്തിയാണ്, ആ വ്യക്തിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം വിശേഷങ്ങൾ ഒന്നേന്ന് അങ്ങോട്ട് തുടങ്ങുവാണെങ്കിൽ എന്നാ ഉണ്ട് ലേറ്റസ്റ്റ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഇപ്പം ജിംഖാന ഭയങ്കര സക്സസ് ആയതിന്റെ സന്തോഷം, പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു, പടവും ഭയങ്കര ഹിറ്റായി. അപ്പോ അതിന്റെ ഒരു സന്തോഷം ഭയങ്കര മൂഡ് പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിലല്ലേ? കഴിഞ്ഞ ദിവസം ആണല്ലോ അതിന്റെ ഒരു സക്സസ് വീഡിയോ ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നേ. മൊത്തത്തിൽ ഇങ്ങനെ ജിംഖാന ഇങ്ങനെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ സുഹൈൽ കോയ എന്ന ലിറിസിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. സോ റെഡി അല്ലേ? നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ? ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അവിടുന്ന് പെർമിഷൻ കേട്ടിട്ടുണ്ട്. ഇനി പാട്ടുകൾക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകുവാണ്. SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹൈൽ കോയ, കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹൈൽ കോയ. ഇക്ക, നമ്മളിതേ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആലപ്പുഴ ജിംഖാനയുടെ വിശേഷങ്ങളാണ്. അത് തന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെ. ഈ ആലപ്പുഴ ജിംഖാന എന്ന പേര് തന്നെ നമുക്ക് ഈ ആലപ്പുഴക്കാർക്ക് ഒരുപാട് ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. എന്താണിത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ ഇതിന്റെ എഴുത്ത് വന്നപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു പടം വന്നപ്പോഴും ഒക്കെ എത്രമാത്രം എക്സൈറ്റ്മെന്റ് ആയിരുന്നു, അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഒരു പാട്ടിൽ വരാനായിട്ട്? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം ജോ, നമ്മൾ ബാക്കി ഒട്ടുമിക്ക റീജിയണൽ സിനിമകളും വന്നു കഴിഞ്ഞു. നമ്മള് ഇടുക്കിയെ പറ്റി പറയുന്ന മഹേഷിന്റെ പ്രതികാരം, അന്നേ റസൂലിന്റെ ഫോർട്ട് കൊച്ചി വളരെ മനോഹരമായിട്ട് കൊല്ലം പാട്ട് വന്നിട്ടുണ്ട്, കണ്ണൂര് സ്കോർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ റീജിയനും. അപ്പൊ ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ആലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു തൃശ്ശൂരിനാണ് പൂരമുണ്ട്, കോഴിക്കോട് ബീച്ച്, ഇങ്ങനെയൊക്കെ ഓരോത്തിനും സിമ്പിൾസുകളുണ്ട്. തിരുവനന്തപുരം ഭാഷ ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കൾച്ചറലി റിലവന്റ് സാധനം പറയാനില്ലാത്തൊരു സ്പേസാണ് സത്യം പറഞ്ഞ ആലപ്പുഴ. ഇപ്പൊ വള്ളംകളിയും എന്നൊക്കെ പറയാമെങ്കിൽ കൂടി നമ്മൾ പക്ഷെ ടൗണിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടാണ്, കുട്ടനാട് ഭാഗത്താണല്ലോ ഇത് മൊത്തം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാധനം പറയാനില്ല. പെട്ടെന്ന് കാലിതിങ്ങനെ ആലപ്പുഴയിലാണ് ജിംഖാന എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങും. ഞാൻ നീ ഇങ്ങനെ ആലപ്പുഴയിലുണ്ട്. അപ്പൊ അവന് ഇങ്ങനെ ഭയങ്കര ഒരു അണ്ടർ ഡോഗ് സ്ഥലം വേണം. അപ്പൊ ഒന്നുമില്ലാത്തൊരു സ്ഥലം വേണം. നമ്മളെ കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഈ ഇത്രയും ബാക്ക്വേർഡ് സ്ഥലത്തൊന്ന് വന്ന് ഇടി വെക്കുന്നു എന്നുള്ളൊരു സാധനമാണ് അവൻ നോക്കുന്നത്. അപ്പൊ ഒരു ബോക്സിംഗ് ക്ലബും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിക്കൊന്നും അധികം നോൺ അല്ലാത്ത ഒരു സ്ഥലത്തുള്ള രീതിയിലാണ് ആലപ്പുഴ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനത് ഈവൻ അന്നാളും അങ്ങനെയാണെങ്കിലും സെലക്ട് ചെയ്തല്ലോ ഫൈനൽ. ആലപ്പുഴ ഒന്ന് വന്നല്ലോ അല്ലേ? അങ്ങനെയെങ്കിലും നമ്മുടെ കഥ വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ഓബിയസ്ലി ആലപ്പുഴക്കാരനെന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമായി. ഞാൻ ആ സിനിമ അപ്പം എന്നെ അതിന് മുമ്പ് ഡബ്ബൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ വിളിച്ച് കാണിച്ചായിരുന്നു ജസ്റ്റ്. അപ്പം അപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ആലപ്പുഴക്കാരൊക്കെ ഭയങ്കര മിടുക്കന്മാരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് സംഭവമാണ്. ഇത് കൊള്ളാലോ, പിള്ളേരൊക്കെ പൊളി പിള്ളേർ, ചുള്ള പിള്ളേർ. അപ്പൊ നമുക്ക് ഇത് കൊള്ളാം എന്നുള്ളൊരു സാധനം അപ്പോഴേ തോന്നിയിരുന്നു. അത് ഒബിയസ്ലി പാട്ടിലൊക്കെ ഹെൽപ്പ് ചെയ്തു. നമ്മളെ ആ ഒരു അർബൻ സ്പേസിലാണല്ലോ അതിന്റെ പാട്ടുകളൊക്കെ നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇവരൊരു അപ്പർ മിഡിൽ ക്ലാസ് ലെവല് അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പോലെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടി ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അവിടെയാണ് എന്റെ അടുത്തൊരു ചോദ്യം വരുന്നത്. എന്നാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലിറിക്സും ചില പാട്ടുകൾ, ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ജിംഖാനയിലെ ആണെങ്കിലും ഡി ഡേ ഇൻ ആലപ്പുഴ ജിംഖാന ആ പാട്ട്, അതാണെങ്കിലും നമ്മുടെ അമോഘ് ബാലാജിയുമായിട്ട് ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു പാട്ട്. ആൻഡ് ഓൾസോ ഈ സൂപ്പർ ശരണിയിലേക്ക് വരുവാണെങ്കിൽ ഷാരു ഇൻ ടൗൺ എന്ന പാട്ടാണെങ്കിലും ഒരു ഇംഗ്ലീഷ്, ഒരു റാപ്പ്, ഒരു ജിബ്രിഷ് കൈൻഡ് ഓഫ് ഒരു പാട്ടാണ്. അപ്പൊ മൊത്തത്തിലൊരു ഇംഗ്ലീഷിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും രണ്ടും ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അത് ആ ഒരു ഇൻട്രസ്റ്റ് അതെങ്ങനെയാ, ആ ഒരു സംഭവം അത് പറയാമോ?
അത് എനിക്ക് ഞാൻ കേട്ട് വളർന്ന സാഹചര്യം നമ്മളൊക്കെ ഒരു MTV ജനറേഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി നമ്മൾ ഈ കേബിൾ ടിവിയുടെയും സാറ്റലൈറ്റ് ടിവിയുടെ ഒക്കെ ഒരു ആവിർഭാവത്തിന്റെ സമയത്ത് വളർന്നു വന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചുറ്റുപാടും ചുരുങ്ങിപ്പോയ ആൾക്കാരാണ്. നമ്മൾക്ക് ലോകത്ത് നടക്കുന്ന എല്ലാം അറിയാം, തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ജനറേഷനാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഇവരുപയോഗിക്കുന്ന പഴയ കവികള്, നല്ല നല്ല ലിറിസിസ്റ്റുമാർ ഉപയോഗിക്കുന്ന മെറ്റഫോർ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം അമ്പലക്കുളവും ആൽമരവും അമ്പലത്തിന്റെ കൽപ്പാടികളും ഇതൊന്നും നമ്മൾ കണ്ടിട്ടേ അനുഭവിച്ചിട്ടില്ല. സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയും അത് അറിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പേഴ്സണലി നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ മെറ്റഫോർസ് ഒക്കെ ഡിവോയിഡ് ആയിട്ടുള്ള ഒരു ജനറേഷനെ റെപ്രസെന്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എപ്പോഴും. അത് ആ പാട്ടുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അതെ. അതാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് 5 രൂപ മഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു സിമ്പല് വെക്കുന്നതിന്റെ കാര്യം ആ പൂക്കളും ഇതെല്ലാം തീർന്ന ഒരു ജനറേഷനാണ് നമ്മള്. അപ്പൊ അവര് വന്നിട്ട് നമ്മളുടെ കണ്ണിൽ കാണുന്ന ഉപമകൾ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഈ ലിബറലൈസേഷൻ വന്നു, ആഗോളവൽക്കരണം വന്നു, ഇന്റർനെറ്റ് വന്നു, ഫോൺ വന്നു. അപ്പൊ എഴുത്തുകൾ നിന്നുപോയി, കാണാൻ കാത്തു നിൽക്കൽ നിന്നുപോയി. ഇപ്പൊ നമ്മളുടെ ജനറേഷനിലെ ഒരു ബ്രേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത് ഒരാൾ നമ്മുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പണ്ട് അവര് തമ്മിൽ ഒരിക്കലും ഇല്ലാതെ രണ്ട് ടെറസുകളിൽ നിന്ന് നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഇതെല്ലാം ഫോണിന്റെ അകത്താണ് ഇഷ്ടം വരുന്നതും ഇഷ്ടം പോകുന്നതും പ്രണയവും എല്ലാം ഫോണിൽ തന്നെ. അപ്പൊ ഇതിനെങ്ങനെ കൺവീൻസ് ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു കൺവേ ചെയ്ത് പുതിയ ജനറേഷന്റെ ലാംഗ്വേജിൽ എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും അറിയുന്നത്. അപ്പൊ അതിന് ഭാഷയും കൂടെ കുറച്ച് പര്യാപ്തമാകേണ്ടതുണ്ടല്ലോ. നമ്മൾ ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ മലയാളത്തിന് പ്രശ്നമുണ്ട്. കാരണം അത് ഇപ്പൊ തമിഴിലും ഹിന്ദിയിലും ഒക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അവര് പണ്ട് മുതലേ ഇംഗ്ലീഷ് വാക്കുകൾ അതിൻ്റെ അകത്ത് നൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സെല്ലെല്ലാം പൂക്കൾ പൂത്ത്, അത് സെല്ലെന്നൊക്കെ ഉള്ള വാക്ക് അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ടിരിക്കും. നമ്മളത് ചിന്തനൊക്കെ കേൾക്കുന്ന പോലെ സെല്ല് കേൾക്കും. അല്ലെങ്കിൽ ഇപ്പൊ കാതൽ അണുക്കൾ ഉടമ്പ് എത്തനെ, ന്യൂട്രോൺ ഇലക്ട്രോൺ നിലക്കണ്ണിൽ മൊത്തം എത്തനെ. അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള വാക്കുകളും അവര് ഭയങ്കര നൈസായിട്ട് ഇടയ്ക്ക് വെക്കും. പക്ഷെ അതാ നമ്മൾ പാട്ടിൽ വന്നു പോകുന്ന പോലും അറിയാണ്ട് അങ്ങനെ കിടക്കും അല്ലേ? അറിയാണ്ട് പോകും. ഇപ്പൊ ആ പാട്ടിലൊക്കെ നമുക്ക് കിറ്റ്നോക്കി ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വാക്ക് ഭയങ്കര മെലോഡിയസ് പാട്ടിന്റെ ഇടക്ക് നൈസായിട്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയത് അത് ശീലമാണല്ലോ. കേട്ട് അവിടുത്തെ ആളുകൾക്ക് അന്ന് ചിലപ്പോൾ ഒരു കല്ലടി അന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവും തുടക്ക സമയങ്ങളിലെ. പക്ഷെ പതിയെ കേട്ടുക ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ പതിയെ അത് കേട്ട് സുപരിചിതമായി ഭാഷയിലേക്ക് അത് വന്നു. അങ്ങനെ ഭാഷയില് നമ്മുടെ ഒരു പുതിയ ജനറേഷന്റെ വികാരത്തെ നിറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഉചിതമായിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ സഹായം കൂടി ഇല്ലാതെ പറ്റില്ലാത്ത അവസ്ഥയായി. ഇപ്പൊ നമുക്ക് മൊബൈൽ എന്ന് പറയുന്നത് മൊബൈലിൽ നിന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ ആരും ബസ്സിനും കാറെന്നൊക്കെ ഉള്ള വാക്കുകൾ മലയാളികൾ പ്രഡോമിനലി ഉപയോഗിക്കുന്നു. അല്ലാതെ നമുക്ക് അതിനൊന്നും മലയാളം ഇതൊന്നും ഇല്ല. നമുക്ക് എല്ലാ വാക്കുകളും പുതിയ സാധനങ്ങളെ എന്ത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ അതിനൊക്കെ ഇംഗ്ലീഷ് ഇപ്പം മക്ക് ബക്കറ്റ് എന്നൊക്കെ തന്നെയാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് അത് ഡെയിലി നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ കല്ലുകടി ഇല്ലെങ്കിൽ പാട്ടിലെന്തിനെ അതെനിക്ക് എപ്പോഴും എന്റെ തലയിലുണ്ട്. അപ്പൊ ഞാനതങ്ങ് വെക്കും. എപ്പോഴും ഒരു തർക്കമൊക്കെ ഉണ്ടാവും. മ്യൂസിക് ഡയറക്ടർ അയ്യോ അത് വേണോടാ എന്ന് ചോദിക്കും. അല്ലെ ഡയറക്ടർ പറയും എടാ അത് രാത്രിയും വേണം എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാനത് സംഭവം മാനേജ് ടു കൺവിൻസ് ദം ദാറ്റ് ഇതാണ് പുതിയവർക്ക് അതേ മനസ്സിലാവുള്ളൂ. പക്ഷെ അതിലൊക്കെ യു ആർ മൈ കൺമണി, ആ കൺമണി എന്ന് പറയുന്ന മലയാളം, യു ആർ മൈ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, അത് മലയാളം പോലെ തന്നെ കേൾക്കാം. അല്ലേ? അതെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പ്രേമബിൾ എന്ന് പറയുന്ന ഒരു വാക്ക്, ഈ അൺസഹിക്കബിൾ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ പോലെ. അതെ നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും പറയട്ടെ. ഇപ്പൊ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ പറഞ്ഞത് അൺസഹിക്കബിൾ അൺസ്കിപ്പബിൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു വാക്കുകൾ രണ്ട് വാക്കുകൾ ഉണ്ടാക്കും. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി അങ്ങനത്തെ കുറെ പാട്ടുകൾ നമുക്ക് തന്ന് അതിനെയൊക്കെ ഞങ്ങളും ഇഷ്ടപ്പെട്ട് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് ആ വരികളിലൂടെ എഴുതി തന്ന സുഹേൽ കോയ എന്ന ലിറിസിസ്റ്റിനോട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ആ സംഭവത്തിൽ തന്നെയാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത്. അതെങ്ങനെയാണ് സുഹേൽ കോയ എന്ന ലിറിസിസ്റ്റ് എഴുതുന്നത് അല്ലെങ്കിൽ അത് പടച്ചുവിടുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ത്വര കണ്ടുള്ള ഒരു ചോദ്യമാണ്. അതെന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം.
SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം സുഹേൽ കോയാണ്. ലിറിസിസ്റ്റ് സുഹേൽ കോയ, ശുഭമംഗളകാരി, ബൊമ്മലു, ബ്രൈഡാത്തി, ഹിജാബി തുടങ്ങി ഒരുപാട് പാട്ടുകൾ നമുക്ക് നൽകിയ ആ ലിറിസിസ്റ്റ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആ ഒരു മിക്സ്ചർ, ഒരു ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ ആ ഒരു മിക്സ്ചർ നമ്മുടെ പാട്ടുകളിൽ വരുന്നു. അതിൻ്റെ ആ ഒരു ജനറേഷൻ തന്നെ മാറി വരുമ്പോൾ നമ്മളും എഴുത്തിലും അതിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ട് നമ്മളിപ്പം എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. പണ്ടത്തെ സിനിമകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൈക്ക് ഒരു പുള്ളി ഇരുന്ന് എഴുതുന്നത് ഒരു പാടത്തിൻ്റെ വരമ്പത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കായലിൻ്റെ വരമ്പത്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൂമിൽ ഫുൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ കുറേ പേപ്പർ ഇങ്ങനെ ചുരുട്ടി ഇട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെയൊക്കെ കുറേ ഇമേജസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വരുമായിരിക്കും. പക്ഷേ സുഹേൽ കോയിലേക്ക് വരുമ്പോൾ കൂടുതലും എഴുതുന്നത് ഫോണിലാണ് എന്നുള്ളത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു മാറ്റം അത് എത്രമാത്രം ഇങ്ങനെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് എഴുതണമെങ്കിൽ പേപ്പറിൽ എഴുതണം, ആ ഒരു ബുക്കിന് മണം അടിച്ചെങ്കിൽ മാത്രമേ ആ ഒരു എഴുത്ത് വരുള്ളൂ, അങ്ങനെയൊക്കെ ചില സംഗതികൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ എന്താണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, സുഹേൽ കോയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ്, ആ ഒരു എഴുത്ത് രീതി എങ്ങനെയാ? അതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാലത്തിനൊത്ത് കോലം മാറിപ്പോയ കുറെ ആൾക്കാരുടെ ജനറേഷൻ. ഇപ്പൊ നമ്മൾ 2 വള്ളത്തിൽ കാലം വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള എഴുത്തുകാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണ്ടത്തെ പാട്ടെഴുത്തുകാർ യൂസഫ് അലി കേക്കരി സാറിനും കൈതപ്പുറം മാഷിന് ഭയങ്കര ഇഷ്ടമാണ്, പോച്ചൽ സാധാരണ ഇഷ്ടമാണ്. അല്ല ഇപ്പൊ പിന്നീട് ഇങ്ങോട്ട് വന്ന റഫീഖിക്കായും അൻവറിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിനകത്ത് ബാക്കി എല്ലാവരുടെയും അവരുടെ രൂപവും ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഈ പറഞ്ഞ പോലെ ഒരു നല്ല ജുബ്ബാവ് ഉടുപ്പുണ്ടാവും, സഞ്ചി ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ ഒരു ജനൽ തുറന്ന് നോക്കി പാടത്തിലേക്ക് വിദൂരതയിലേക്ക് നോക്കി ചെറിയ ചാട്ടൽ മഴയും കണ്ട് കട്ടങ്ങാത്തി കുടിച്ചിരുന്നത്. അപ്പൊ ഐ വിഷ് വി കുഡ് റൈറ്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ എനിക്ക് നമ്മുടെ സാഹചര്യം മാറിയല്ലോ, നമ്മൾക്ക് അങ്ങനത്തെ ചുറ്റുപാടും ഇല്ല, അത്രയും ടൈമും ഇല്ല. പിന്നെ ഇപ്പൊ ഓൾറെഡി ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെഡ് ലൈൻസ്. നമുക്ക് അങ്ങനത്തെ ഒരു ലക്ഷറി ഓഫ് ടൈമും ലേസിനെസ്സും ഇല്ല. എനിക്ക് മറ്റന്നാ പാട്ടിറക്കണം എന്ന് പ്രൊഡ്യൂസർ പറയുമ്പോൾ പാട്ടിറക്കിയേ പറ്റൂ. ചിലപ്പോൾ ട്യൂണായിട്ടുണ്ടാവത്തില്ല, സാഹചര്യമായിട്ടുണ്ടാവില്ല, ഒന്നുമില്ല. നമുക്ക് ഓൾറെഡി ഒരു സ്പെസിഫിക് തീം തന്നിട്ടുണ്ട്. അതിലൊരു മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ പറയേണ്ടതെന്ന് ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്. അതിന്റെ ഇടക്ക് തന്നെ ഈ പറഞ്ഞ പോലെ 2.5 മിനിറ്റ് മതി, അതിലൊരു ഹുക്ക് ലൈൻ വരണം, അത് റീലുകളിൽ ഭയങ്കര ഹിറ്റ് ആവണം. ആദ്യത്തേത് പാട്ട് ലോഞ്ച് ആകുമ്പോൾ 2ാമത്തെ ദിവസം 1 മില്യൺ ക്രോസ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ലക്ഷം സാധനങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ പാരാമീറ്റർ, ഇതിനുള്ളിൽ നമുക്ക് തന്നെ. അപ്പൊ എവിടെയാണ് നമുക്ക് ഈ സമയം ഈ പേപ്പർ ചുരുട്ടിക്കളാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് ഞാനപ്പോ നമ്മൾ മൊബൈൽ ഒബിയസ്ലി പിന്നെ എനിക്ക് എന്റെ കൈവശം എനിക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ ഞാൻ ചെയ്യുന്ന പരിപാടിക്ക് ഇപ്പൊ മൊബൈലിൽ എടുക്കുക, ഒരു മലയാളം ഗൂഗിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുക, കൊടുക്കുക. അപ്പൊ എഡിറ്റിംഗ് എളുപ്പമാണ്, കറക്ഷൻ എളുപ്പമാണ്, കോപ്പി ചെയ്യൽ എളുപ്പമാണ്, സെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ വാട്സാപ്പിൽ അവർ ട്യൂൺ അയച്ചിരുന്നു, ഞാൻ വാട്സാപ്പിൽ നിന്ന് കേൾക്കുന്നു. ഓക്കെ, മീറ്റർ ഒരു വിധത്തിലും മനസ്സിലാവുന്നു, ഒരു 4 പേര് 5 പേര് എഴുതുന്നു, അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നു, ഈ ഒരു പരിപാടി പിടിച്ചാൽ പോലെ. അപ്പൊ അവർ ഇത് ഓക്കെയാണ്, നാളെ അത് കൊള്ളാം, സൂപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മാറ്റാൻ പറ്റുമോ, അങ്ങനെ മാറ്റാൻ പറ്റും. ഈ പ്രത്യേകതരം ഒരു ബാക്ക്ഗ്രൗണ്ട് വരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഇപ്പം ഇങ്ങനെ നമ്മൾ ചില കമ്പോസേഴ്സിനെ കേട്ടിട്ടുണ്ട്, അവർക്ക് ഇപ്പം മ്യൂസിക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു ട്രിപ്പ് പോകുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ ആ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെയാ ചെയ്യാറുള്ളത് സാധാരണ? അതല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു തടസ്സം എനിക്ക് അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് ഞാൻ ഈ പ്രഷറിൽ നല്ലോണം വർക്ക് ചെയ്യും. തടസ്സപ്പെടാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്നല്ലേ? അല്ല, അങ്ങനെയല്ല. പക്ഷെ ഞാൻ എപ്പോഴും വിളിക്കുന്ന ആ സമയത്തും ഉണ്ടല്ലോ, നമ്മൾ സബ് കോൺഷ്യസ്ലി ഭയങ്കരമായിട്ട് നമ്മുടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളൊന്ന് യാത്രയൊക്കെ പോയി തിരിച്ചിരുന്ന സാധനം കിട്ടി എന്ന് പറയുന്നത്. നമ്മളപ്പോഴും അതും ഒരു വർക്കിന്റെ പാർട്ടാണ്. ഇപ്പൊ നമ്മൾ ഒക്കെ ഒന്ന് പുറത്ത് പോയിട്ട് വരാടാ, അല്ല ഒന്ന് കറങ്ങിട്ട് വരാം, ഒന്ന് നടന്നിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്കൊരു എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നെങ്കിൽ അതും സബ് കോൺഷ്യസ് അപ്പോഴും ഭയങ്കര അലർട്ട് ആയതുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇടക്ക് ക്യാമറ ഒന്ന് നോക്കി നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ. ചിലത് നമുക്കൊരു മൂഡ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം മിക്കതും വിഷ്വൽ നമ്മൾ കാണിക്കും, ഓൾറെഡി ഒരു ഷൂട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടും. കുറച്ച് ചിലപ്പോൾ റെഫറൻസ് പാട്ടുകൾ കേൾപ്പിക്കും. അപ്പം ഓക്കെ, നമുക്കൊരു ഏകദേശം ഒരു ഡയറക്ഷൻ കിട്ടി, ഇന്ന സ്ഥലത്താണ് പോകേണ്ടതെന്ന്. അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പം ഈ റെഫറൻസ് പാട്ടുകൾ കിട്ടുമ്പോൾ ഈ റൈറ്റേഴ്സിന്റെ ഒരു ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം ഇനിയും സുഹേൽ കോയുടെ വിശേഷങ്ങളൊക്കെ കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
SK Hotspot. വെൽക്കം ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ദി ലിറിസിസ്റ്റ് സുഹൈൽ കോയ. ഇക്ക, എനിക്കൊരു സംശയമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒരു മ്യൂസിക് കേൾക്കുമ്പം ഇക്കയുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ ഇങ്ങനെ ഒരു ഐറ്റം പിടിക്കാം എന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത്. പക്ഷേ അപ്പോഴത്തേക്കിനും ഈ ഒരു സിനിമാക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ആളുകൾ പറയുകയാണ് അതെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റം ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പടത്തിനകത്ത് എഴുതിയില്ല ആ ഒരു സംഭവം വേണം ഇതിനകത്ത് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്തരം അവസ്ഥയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? അത് ഇപ്പൊ ഞാനത് കുറച്ചുകൂടെയൊക്കെ ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഞാൻ എല്ലാ പാട്ടും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതും നമ്മുടെ ഒരു തോന്നലാണ്. നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു സെർട്ടൻ കൈൻഡ് ഓഫ് ജോൺറ കുറച്ചുകൂടെ എളുപ്പത്തിൽ വരും. എല്ലാ ജോൺറ എഴുതാൻ കഴിയും, പക്ഷെ എല്ലാ ട്യൂണുകൾക്കും കറക്റ്റായിട്ട് മീറ്റർ അനുസരിച്ചും അതിനകത്തൊരു ആഴവും അതിനകത്തൊരു പുതിയ വാക്കും അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പൊ അതും ഞാൻ അണ്ടർസ്റ്റുഡ് ചെയ്യണം. നമ്മുടെ ലിമിറ്റേഷൻസും മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ പറയാം ഇങ്ങനത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. നീ ഒരു പണി ചെയ്യുമ്പം അതൊന്ന് ഹരിയെ വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ വിനായനെ വിളിച്ചു നോക്ക്, പുള്ളിക്ക് കുറച്ചുകൂടെ അത് സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാവരും വിനായനും ചിലത് വിളിക്കും. അപ്പൊ അവനെ നമ്പർ ചിലപ്പോൾ വിളിക്കും, അത് ചെയ്യാൻ പറ്റുമെന്ന് നീ നോക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊളാബ് പരിപാടിയൊക്കെയാണ് ഇപ്പം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ പിന്നെ നമുക്ക് ഇപ്പൊ ജോ പറഞ്ഞ പോലെ നമ്മൾക്ക് ചില സമയത്ത് നമ്മൾ കഴിക്കും. ഇപ്പൊ ഞാനെപ്പോഴും ആഗ്രഹിക്കും എനിക്ക് ഒരു നല്ല മെലഡി, ഇപ്പം ആരാധികയെ പോലത്തെ ഒരു പാട്ട്, അല്ലെ ഓലഞ്ഞാലിക്കുരു പോലത്തെ ഒരു പാട്ട്, അല്ലെ അണ്ടർക്കൊക്കെ എഴുതുന്ന ബ്യൂട്ടിഫുൾ അപ്പലാളെ പോലത്തെ ബ്യൂട്ടിഫുൾ പാട്ട്, റഫീഖിക്ക് എഴുതുന്ന ഇടുക്കി എന്നൊക്കെ പറയുന്ന പോലത്തെ പാട്ട്, അത് നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നും. അല്ല മോശം പാരാ ചെയ്യുന്ന പാട്ടും ചെയ്യുന്ന പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്, ഇഷ്ടമാണ്. നമുക്ക് പക്ഷെ അത് എഴുതാനുള്ള സ്കില്ലില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പിന്നെ അതിനു മുമ്പേ നമ്മളിലോട്ട് വന്ന പന്ത് നേരെ സ്കില്ലില്ല എന്നൊന്നും പറയല്ലേ. കാരണം നമുക്ക് എന്താ ഇക്കയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് മെലോഡിയസ് സോങ്സും വന്നിട്ടുണ്ട്. ഇപ്പം പൊന്മാനിലെ പാട്ടായിക്കോട്ടെ, അങ്ങനെ എത്ര പാട്ടുകൾ അല്ലേ, അതൊന്നും നമ്മള് അത് ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ജസ്റ്റിനും ഞാനായിട്ട് ചെയ്യുമ്പോ അല്ലെ വിഷ്ണു ഞാനായിട്ട് ചെയ്യുമ്പോ ഒക്കെ നമുക്ക് കിട്ടുന്ന വേറൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് അവിടെ. അപ്പം അവിടെ വേറെ വി ക്യാൻ ട്രൈ എനിത്തിങ് യു വാണ്ട് ആൻഡ് കീപ് ഓൺ കം അപ്പ് വിത്ത് യുവർ ഓൺ തിങ്സ്. അതെനിക്ക് ഭയങ്കര സന്തോഷം തരും. ഇപ്പൊ പൊന്മാനൊക്കെയാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാത്തൊരു ജോൺറയാണ്. പക്ഷെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് നമ്മളില്. ഇപ്പം അതിൽ ജ്യോതി ചേട്ടനാണേലും അപ്പം ഇന്ദു ഗോപൻ ചേട്ടൻ വിളിക്കുന്നു, ഇന്ദു ഗോപൻ ചേട്ടൻ പറയുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ അത് എഴുതിയത്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, ഒരു കമ്മിങ് ഫ്രോം എ ക്ലാസ് റൈറ്റർ. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ എനിക്ക് ആ മെലഡിയും ഇച്ചിരി ഡെപ്ത് ഉള്ളതും പഴയ മലയാളം സോങ്ങുകളിലേക്ക് ലെവലുകളിൽ പോലത്തെ പാട്ട്. അപ്പൊ ഈവൻ തോ നമ്മൾ അതിനെ പൊളിക്കാൻ ഒരു സൈഡിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ. അതൊരു ഓക്സിമറൺ അവിടെ അങ്ങനെ നിൽക്കുക അല്ലേ. അതെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ആലോചിക്കുകയും ചെയ്യും, ഇപ്പൊ മലയാളം പാട്ടിന്റെ ലിറിക്കലി നമ്മൾ ചെയ്ത ഒരു പരിപാടി ഇപ്പൊ ഞാൻ ജാതിക്കത്തോട്ടം മുതൽ എഴുതുമ്പോൾ ബോധപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യം ഭാഷേനെ ഒരു ഇച്ചിരി കൂടെ അപ്പുറത്തോട്ട് പുഷ് ചെയ്യണമെന്നൊരു എപ്പോഴും അത് എന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നേ, ഇക്കടക്ക് ഒരു ലക്ഷ്യം ഉണ്ടല്ലോ ഇപ്പൊ ഒരു പാട്ട് എഴുതുമ്പം ഇത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാനിങ്ങനെ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് സോങ് കേൾക്കുമ്പോൾ ഇത് ആദ്യം കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് സുഹൈൽ കോയ എഴുതിയതായിരിക്കും എന്നിങ്ങനെ നോക്കുമ്പോഴാണ് ലിറിക്സ് സുഹൈൽ കോയ എന്നിങ്ങനെ കണ്ടത്. അപ്പൊ നമുക്കൊരു സന്തോഷം, ഓക്കെ ഇത് പുള്ളിയുടെ ഒരു ഐറ്റം ഇതാണ് എന്നുള്ളത് നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. അയ്യോ അതെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്റെ അടുത്ത് ഇങ്ങനെ കൂട്ടുകാരന്മാര് അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്ന കേൾവിക്കാര് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ പറയും ഇതുപോലെ ഞാൻ കാറിൽ നിന്ന് കേൾക്കുമായിരുന്നു, അപ്പൊ നിന്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പൊ എനിക്കത് അതൊരു മാർക്കാണ്, ഒരു ഐഡന്റിറ്റി ആണല്ലോ. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് എനിക്ക് തോന്നുന്നു കുറെ പുതിയ ആൾക്കാരെ പാട്ടെഴുത്തിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇൻ ഫ്യൂച്ചർ മേ ബി 5 or 10 years down the line എല്ലാവരും എടാ ഞാൻ ഇന്നാളുടെ പാട്ട് കേട്ടാണ് വളർന്നത്, അപ്പൊ എനിക്ക് കുറച്ചുകൂടി ധൈര്യം വന്നു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞത് നോട്ട് സം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നോട്ട് ക്ലാസിക്കലി ട്രെയിൻഡ്, ചിലപ്പോൾ ലിറ്ററേച്ചർ അധികം വായന ഉണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ ദേ ഹാവ് ദാറ്റ് ടാലന്റ്, അവർക്കത് എഴുതാനുള്ള കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ഓക്കെ. ഇപ്പൊ ഞാൻ അൻവറിക്കാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എഴുത്താണ്, പുള്ളി അക്കാഡമീഷ്യനാണ്, ഭയങ്കര വലിയ പോയറ്റാണ്, എല്ലാമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം തന്നെ പുള്ളി ഉപയോഗിക്കുന്ന മെറ്റഫോറിന്റെ സിംപ്ലിസിറ്റി എന്നെ എപ്പോഴും എനിക്ക് ഭയങ്കര എനിക്കൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. എനിക്ക് ഐ ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ദിസ് എന്ന് തോന്നും. ഇപ്പൊ തെരുവുകൾ നീ ഞാൻ വേഗമായി എന്ന് പറയുന്ന ആ മെറ്റഫോർ, നീ സ്ട്രീറ്റും ഞാൻ സ്പീഡും എന്ന് പറയുന്ന ആ മെറ്റഫോർ ഇറ്റ്സ് എ വെരി യങ് മെറ്റഫോർ അല്ലേ, നമുക്കൊക്കെ കണക്ട് ആവുന്ന പോലത്തെ ഒരു മെറ്റഫോറാണ്. അപ്പം സോ ഐ വാസ് സോ ഹാപ്പി. ഞാൻ വിചാരിക്കട്ടെ എനിക്ക് ഇത് എഴുതാം ബിക്കോസ് ഐ ക്യാൻ റിലേറ്റ് ടു ഇറ്റ് മോർ.
അപ്പം അങ്ങനെ കോൺഫിഡൻസ് വരും. അപ്പൊ നാളെ ഞാൻ വിചാരിക്കുന്ന വേറൊരു കിഡിന് എന്റെ ഒരു മെറ്റഫോർ കേട്ടിട്ട് ഐ ക്യാൻ റൈറ്റ് ദിസ് ഓർ ബെറ്റർ ദാൻ ദിസ് എന്ന് പറയുന്ന അത് കൊടുക്കാൻ പറ്റിയാൽ അടിപൊളി. യെസ്, എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് പറയുമ്പോൾ പണ്ടത്തെ എഴുത്തുകാർ ഇപ്പം കവികളൊക്കെ ആണെങ്കിലും ഇപ്പം ഡാഫഡിൽസ് ഒക്കെ ആണെങ്കിലും അവർ കണ്ടിട്ടുള്ള ഡാഫഡിൽസ് വെച്ച് അവരിങ്ങനെ ഇങ്ങനെ എഴുതുന്നു, അല്ലെങ്കിൽ ലവ് ആൻഡ് വാർ എന്നൊക്കെ ഇങ്ങനെ എഴുതുന്നു. ഇപ്പം നമ്മൾ എന്താണ് കാണുന്നത്, അതിനെ മെറ്റഫർ ആക്കി നമ്മൾ ഇങ്ങനെ ആളുകളിലേക്ക് കൊടുക്കുന്നു, അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് അത് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുഹൈൽ കോയ എന്ന ലിറിസിസ്റ്റിനെ ഞങ്ങളും ഇന്നിവിടെ ആഘോഷിക്കുകയാണ്, കീറി മുറിക്കാനായിട്ട് പോവുകയാണ് SK ഹോട്ട്സ്പോട്ടിലൂടെ. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം നമ്മുടെ സ്വന്തം സ്വർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹൈൽ കോയ. നമ്മുടെ ലൈവ് പ്രോഗ്രാംസിലും അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ പ്രോഗ്രാംസിലും ഒക്കെ നമ്മൾ ഓരോ പാട്ടുകൾ വെക്കുമ്പോഴും ഇന്ന പാട്ട് പാടിയത് ഇന്ന ആള്, ഇന്നത് കമ്പോസ് ചെയ്ത് ഇന്ന ആള്, ആൻഡ് ലിറിക്സ് ബൈ സുഹൈൽ കോയ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ആലപ്പുഴ ജിംഖാനയുടെ വിശേഷങ്ങൾ കേട്ടു. സുഹൈൽ കോയ എന്ന വ്യക്തി ഉദ്ദേശിക്കുന്ന ഒരു ഇസമുണ്ട്. ആ സുഹൈൽ കോയ ഇസത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സുഹൈൽ കോയ എന്ന വ്യക്തി ലിറിസിസ്റ്റ് ആയ ആ ഒരു കഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷൻ അതെങ്ങനെയായിരുന്നു? അത് ഞാൻ അങ്ങനെ ഈ സിനിമയിലേക്ക് ഒരിക്കലും സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയം ഞാൻ ആലോചിച്ചിട്ട് പോലും വേറെ. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ഇംഗ്ലണ്ടിലാണ് പഠിച്ചു വെക്കാൻ. അപ്പൊ പിന്നെ ഇംഗ്ലണ്ടിൽ തന്നെ ആയിരുന്നു കുറെ കാലം വേണ്ടി ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചതൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ കോളേജ് കാലത്തിലും സ്കൂൾ മാഗസീൻസിലൊക്കെ എഴുതുമായിരുന്നു. അത് എഴുത്ത് ഒക്കെ പുസ്തകങ്ങൾ വായിക്കും, എന്തെങ്കിലുമൊക്കെ കുറിച്ച് എഴുതിയിരിക്കും, ചെറിയ ബ്ലോഗിലോ അല്ലെങ്കിൽ അങ്ങനെ ഫേസ്ബുക്കിലോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ നാട്ടിൽ ഒരു പ്രാവശ്യം ഇത് വന്നു. അപ്പൊ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി ഉറുദു പഠിക്കാനുള്ള ഒരു ടെൻഡൻസി. ഞാൻ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഏഷ്യൻ കൾച്ചറൽ ഫോറം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള എല്ലാവരും ഉണ്ട്. അവിടെ ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ, ബംഗ്ലാദേശിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ കൾച്ചറൽ ഫോറം ഒക്കെ റൺ ചെയ്യുന്നത്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ഒരുപാട് ഗസലുകള്, കവാലി പാട്ടുകള്, അതുപോലെ ഹിന്ദി ഉറുദു പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് കേൾക്കാൻ തുടങ്ങി. അപ്പൊ അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയും അത് ഒരു വലിയൊരു ഓഡിയൻസിന്റെ അടുത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് കൂടുതൽ അത് കേൾക്കാൻ തുടങ്ങി, കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് പിടിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഡൽഹിയിൽ ഒരു വർഷത്തേക്ക് ഉറുദു എഴുതാനും വായിക്കാനും ബേസിക് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് മാറി താമസിച്ചായിരുന്നു. അപ്പം ഞാൻ അവിടെ ഡൽഹിയിൽ ഒരു വർഷത്തോളം നിന്ന് ഉറുദു പഠിച്ചു. കുറച്ച് ഇതിനെ പറ്റിയ ഗസൽ ഫോർമാറ്റുകളും ഈ കവാലികൾ, സൂഫി സംഗീതധാര, കുറച്ചൊക്കെ പേർഷ്യൻ, അതൊക്കെ അതിന്റെ ലിറ്ററേച്ചർ ഒക്കെ അങ്ങനെ വായനയും പഠിത്തമൊക്കെ ആയിട്ട് കുറച്ചാണ് അവിടെ കൂടി. അതിന് പിന്നെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ പോയി. ആ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ MBAക്ക് BBAക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് പിന്നീട് സംവിധായകനായി അജിത് പിള്ളയും പറഞ്ഞു. പുള്ളി അപ്പം മോസയിലെ കുതിരമീനുകളെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആസിഫ് അലിയും സണ്ണി വെയിനും കൂടെ ഉള്ള ഒരു സിനിമ എടുക്കും. അപ്പൊ അതിനകത്ത് അത് അവര് ഈ നമ്മുടെ ദ്വീപിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ലക്ഷദ്വീപും കൊച്ചിയായിട്ടൊക്കെ. അപ്പൊ അവർക്ക് അവരൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറുദു മലയാളം മിക്സ് പാട്ട് ഉണ്ട്. അത് നിനക്ക് ഉറുദു അറിയപ്പോ നീ പഠിക്കല്ലേ, നിനക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം, ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പ്രശാന്ത് പിള്ളയാണ് അതിന്റെ മ്യൂസിക്. അപ്പൊ പ്രശാന്ത് എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചത് ഇതുപോലെ ഒരു ചുമ്മാ ഒരു ഉറുദു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മലയാളം എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു. അതിനെന്താന്ന് പറഞ്ഞു, അവൻ ട്യൂണയച്ചു ഞാൻ എഴുതി, അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് ആ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ആകത്തായ സിനിമ. പിന്നീട് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി ഞാൻ സിനിമ നോക്കി ബന്ധമില്ലാതെ. പക്ഷെ ഒരു പ്രാവശ്യം ഇതുപോലെ നാട്ടിൽ വരുമ്പോ ഞാൻ അവധിക്ക് 2018-19 സമയത്ത് ഒരു പ്രാവശ്യം വെക്കേഷനിൽ വന്നപ്പോ ഞങ്ങള് കോമൺ ഫ്രണ്ട്സ് വഴി എനിക്ക് ഷമീർ മുഹമ്മദ് എഡിറ്ററും ജോമോട്ടി ജോൺ ക്യാമറമാനെയും അറിയാം. നമ്മൾ കോമൺ ഫ്രണ്ട്സിനുണ്ട്. അപ്പൊ അവർ ഞങ്ങളെ ബീച്ചിൽ എടുക്കുമ്പോ അപ്പൊ അവർക്കൊക്കെ അറിയാം ഞാൻ പണ്ട് ബാൻഡൊക്കെ ആയിട്ട് നടന്ന ആളാണ്. ഞാൻ ബാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ബാൻഡ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടാനായിരുന്നോ അതോ? ഞാൻ പാടും ഒരുമിച്ച്. അപ്പൊ എന്റെ ഭയങ്കര ഇതല്ലേ മറ്റേ ഇങ്ങനെ ഗേൾസ് അറ്റൻഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ സമയത്ത്. അതിനു വേണ്ടി ചുമ്മാ പോയിരുന്ന കുത്തിരി ഗിറ്റാറും പഠിച്ച് 2-3 ഹിന്ദി പാട്ടും പഠിച്ച് അങ്ങനെ ഇറങ്ങുമല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം അതിന് ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഗിറ്റാർ വായിക്കുന്നവരൊക്കെ കുറച്ച് പേര് നല്ല ടാലന്റഡ് മ്യൂസിഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് എന്തൊക്കെ പാട്ടുകൾ 4 വരി 5 വരിയൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പൊ അതൊക്കെ ഇവന്മാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ കേൾപ്പിക്കും. അതൊക്കെ ഷമീറും ജോമോനൊക്കെ കേട്ടിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പം പിന്നെ സാജിദ് യേഹ്യ എന്നുള്ള ഡയറക്ടറുണ്ട്, പുള്ളി കേട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിയൊക്കെ എപ്പോഴും വന്നിട്ട് എഴുതാൻ നോക്ക് പാടുന്നൊക്കെ പറയും. അതൊക്കെ ഇടയ്ക്ക് അവധിക്ക് വരുമ്പോൾ അവരൊക്കെ തിരിച്ചു വെച്ച് കാണാൻ. അപ്പൊ അവര് തണ്ണീർമത്തം ദിനങ്ങളെന്ന് പറഞ്ഞൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിനകത്ത് കുറച്ച് പാട്ടുകളുണ്ട്, നിനക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ, ഞങ്ങളൊരു ഫ്രഷ് പരിപാടി പിടിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയും.
അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഞാനൊരു വെക്കേഷൻ ഇവിടെ ഉണ്ട്, ഒരു മാസത്തോളം. അപ്പൊ ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ എനിക്ക് ഇവരെ ആരെ അറിയില്ല. ഞാൻ ജസ്റ്റ് അവരുടെ നമ്പർ ഒന്ന് ഞാൻ വിളിച്ചു. ജസ്റ്റ് പറഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റുഡിയോയിൽ ഇരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കാമെന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ജാതിക്കാത്തത്. അപ്പൊ നമ്മള് അങ്ങനത്തെ സിമ്പിൾ വേർഡ്സ് വെക്കാൻ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒന്നും ആർക്കും നമ്മളെ കുറിച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിയില്ല. നമ്മളെ എന്ത് പോകാനാ, നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെടുത്ത് ചുരുട്ടി കളയാ, അടുത്ത ഫ്ലൈറ്റിന് ആട് വിടുക. അപ്പൊ ഞാൻ പോവുക. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രഷറില്ല. അപ്പൊ ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഗിരീഷ് വന്നെ അടുത്ത് തണ്ണീർമത്തന്റെ കഥകൾ പറഞ്ഞു. ഞാൻ കേട്ട് നമ്മുടെ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, രസമുണ്ട്, ചെറിയ കഥകൾ. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് വരികൾ എഴുതിട്ടെ, എന്നിട്ട് നീ അത് ട്യൂൺ ചെയ്യാൻ പറ്റും. ഒമ്പത് ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ ഈ ചുമ്മാ ജാതി നോട്ടം എന്നൊക്കെ പറഞ്ഞു. ഇക്ക അപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നു ഈ പാട്ട് ഇത്ര ഹിറ്റ് ആവുമെന്ന്? ഇത് ഇങ്ങനെ ഹിറ്റ് ആയി കഴിഞ്ഞപ്പം എന്നായിരുന്നു മനസ്സിൽ എന്നായിരുന്നു ആദ്യം വന്നേ? അത് ഞാൻ ഹിറ്റ് പോയിട്ട് അപ്രൂവ് ആവുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. ഞാനപ്പം മൊബൈലിൽ അവിടെ ഇരുന്ന് പെട്ടെന്ന് അവിടെ പോകാൻ വേണ്ടിട്ട് അവിടെ സ്റ്റുഡിയോട്ടേക്ക് ഇരുന്നിട്ട് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ശ്വാസം മുട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് അങ്ങോട്ട് മുങ്ങാൻ പതിയെ. എന്താ നൈസായിട്ട് സ്കൂട്ടാവും അല്ലേ? പോവാൻ നമുക്ക് വീട്ടിൽ. ഞാൻ നമുക്ക് ഇങ്ങനെ ഇരിക്കണേ. അതിന് ഞാൻ അവനെ എഴുതി കൊടുത്ത് ഇടപ്പള്ളിയിൽ അവന്റെ സ്റ്റുഡിയോയിൽ നിന്ന് അതിങ്ങനെ 5-6 വരിയൊക്കെ എഴുതിയിട്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം ഇതൊന്നും നോക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതിയെ വണ്ടി എടുത്ത് ഇതായി. 2 ദിവസം കഴിഞ്ഞപ്പോ അവൻ എന്നെ വിളിച്ചു. അതിനടുത്ത് പറഞ്ഞ് ഒന്ന് വരാമോ സ്റ്റുഡിയോ വരെ, എനിക്ക് സാധനം കേൾപ്പിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. ഞാൻ വരാടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് സാധ്യത എന്തുകൊണ്ട് ഞാൻ സാധ്യത ഇത് ഇപ്പൊ കേൾപ്പിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ റഫ് ട്രാക്ക് പാടിയ വെർഷൻ ഇങ്ങനെ ജാതിക്കത്തോട്ടം കേൾപ്പിച്ചപ്പോ ഞാൻ ഇത് നല്ല രസമുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. അതിനെ വേറൊരു കളർ കൊടുത്ത് അതിന്. അപ്പൊ അത് കേൾപ്പിച്ചപ്പോ എല്ലാവർക്കും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരും പറഞ്ഞു അപ്പൊ ഞാൻ മൊത്തം വരി എഴുതിയിട്ട് പോലും ഇല്ല. അപ്പം വാക്കിയും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ തന്നെ പിന്നെ വാക്കി എഴുതി അത് ട്യൂണാക്കി അത് സെറ്റാക്കി. പക്ഷെ അപ്പോഴും നമ്മളിത് വൈറൽ അങ്ങോട്ടൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളെ ഒക്കെ നമുക്ക് ചീത്ത വിളി കേൾക്കരുതെന്നേ ഉള്ളൂ. ആളുകൾ വിളിച്ചിട്ട് ചീത്ത കറക്റ്റ്. ഞാൻ ഇത്ര എളുപ്പമെടുത്ത കാര്യങ്ങൾ. അപ്പൊ പിന്നീടാണ് പിന്നെ അങ്ങനെ പോയി. ഇപ്പം ഒരു ഹംബിൾ റിക്വസ്റ്റ് വെക്കട്ടെ, ഒരു ബാൻഡിലൊക്കെ ഒരു സിംഗർ എന്ന നിലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ ഒരു ലിറിസിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യമൊക്കെ പറഞ്ഞ നിലയിലും ജാതിക്കത്തോട്ടം ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹം ചെയ്യാവോ പ്ലീസ്? അത് കുഴപ്പമില്ല. നിന്റെ ചിരി ഞാൻ കണ്ടെന്ന് പിടിവിട്ടെന്റെ ചങ്കൊന്ന് ഒന്ന് ചെന്ന് മിണ്ടെന്ന് ഉണ്ടിവിട്ടെന്റെ ഉള്ളന്ന് എന്റേതല്ല നാണയിട്ട് നീ പറഞ്ഞിട്ടും നിന്റെ പേരിൽ എന്റെ പേര് ചേർത്തിരുന്നേ. അടിപൊളി. ഓക്കെ, ആ എഴുത്തിൽ നിന്ന് ആ വന്ന ഒരു മനുഷ്യനിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ജാതി സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനി നേരെ ജാതിക്കത്തോട്ടം എന്നുള്ള പാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും സുഹേൽക്കയുടെ വിശേഷങ്ങളൊക്കെ കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. അങ്ങനെ ജാതിക്കത്തോട്ടം എഴുതിയ ആള് ആ ശബ്ദത്തിലൂടെ നമ്മൾ പാട്ട് കേട്ടു. ആ പാട്ടൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ആ വ്യക്തിയിലേക്ക് തന്നെ പോവുകയാണ്. യെസ്, നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹേൽ കോയ. ഇനിയിപ്പം നമ്മളിങ്ങനെ ഓരോ ലിറിസിസ്റ്റ് ആയിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ കേട്ടു, ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇക്കാടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ശീലം അതെന്തായിരിക്കും? ഇപ്പം ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ശീലം ഇന്ന് സ്റ്റിൽ നൗ ഇപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ശീലം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അത് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് ഞാൻ പാട്ട് കേൾക്കും, കുറേ കേൾക്കും. അപ്പൊ ഞാൻ എഴുത്തിനേക്കാൾ ഉപരി കേട്ടുള്ള ശീലം. അത് ഞാൻ മൾട്ടിപ്പിൾ ലാംഗ്വേജ്, പഞ്ചാബി പാട്ടുകൾ കേൾക്കും, ഹിന്ദി കേൾക്കും, ഉറുദു പാട്ടുകൾ കേൾക്കും, അറബി കേൾക്കും, പേർഷ്യൻ കേൾക്കും. എനിക്ക് അർത്ഥം മനസ്സിലായിട്ടൊന്നുമല്ല, പക്ഷെ ചിലതിന്റെ ഇമോഷൻ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. പക്ഷെ ഭാഷ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഇറാനിയൻ ഒരു സിംഗറിന്റെ പാട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പോട്ടിഫൈ ജസ്റ്റ് കേൾക്കുന്നു, പിന്നെ കേൾക്കുന്നു, റിപ്പീറ്റ് കേൾക്കുന്നു. അപ്പൊ എനിക്ക് സാധാരണ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് ആ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് മനസ്സിലാവും. ആ ഇമോഷനിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരികൾ എന്റെ തലത്തിൽ ആലോചിക്കും. ഞാൻ വിചാരിക്കും അപ്പൊ പറയണത്
ഇവർ അതായിരിക്കും ഉദ്ദേശിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് അതൊന്നും ആയിരിക്കത്തില്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്റെ ഉള്ളിലൊക്കെ ചിലപ്പോ ഒരു പ്രണയമോ വിരഹമോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലോ ഒരു ഏകാന്തതയോ അല്ലെങ്കിൽ സന്തോഷമോ ഒക്കെ എന്റെ മനസ്സിൽ തോന്നും. ചിലപ്പോ അവിടെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ്ലി വേറെ സാധനം കിട്ടുക. അപ്പൊ ഞാൻ അത് എൻജോയ് ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരികൾ ഓർമ്മ വന്നാൽ ഞാൻ മൊബൈലിൽ തന്നെ ഒരു നോട്ടാൾ എടുത്തിട്ട് എഴുതി വെക്കും. അപ്പൊ കൂടുതൽ അതൊക്കെ ഞാൻ ഇപ്പൊ ഇംഗ്ലീഷിലാണ് കൂടുതൽ എഴുതുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഓരോ മെറ്റഫോർസും അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ച് ഓരോ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ പാട്ട് കേൾക്കലാണ് കുട്ടിക്കാലം മുതൽ പാട്ട് കേൾക്കലാണ് ഇതിനെ ഒരു എനിക്ക് എഴുത്തും. അപ്പൊ ഞാൻ യുവമാരും മ്യൂസിക് ഡോക്ടർമാരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവന്മാരും ഒക്കെ എന്തെങ്കിലും പറയുന്നത് എനിക്ക് പെട്ടെന്ന് മീറ്റർ മനസ്സിലാവും എന്ന് പറയും. ഇവന്മാർ പറയണം എനിക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മീറ്റർ അതിന്റെ മനസ്സിലാവും. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഞാൻ പോലും അറിയാതെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അത് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് കൊണ്ട് കിട്ടിയതാണ്. അത് ഞാൻ പണ്ട് ഒരു വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന കുട്ടിക്കാലത്ത്. അപ്പൊ ആ വീടിന്റെ ഒരു ഇടവഴിയുടെ അറ്റത്ത് ഒരു വലിയ പുളിമരമുണ്ട്. ഈ പുളിമരത്തിന്റെ തൊട്ട് സൈഡിൽ ഒരു ചെറിയ കടയാണ്. അവിടെ ഈ കാസറ്റ് വിൽക്കുന്ന കടയാണത്, ഈ പാട്ടിന്റെ കാസറ്റുകൾ വിൽക്കുന്നത്. അപ്പം അത് അവിടെ സീഡികളുണ്ട്, കാസറ്റുകളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ എപ്പോഴും പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കാസറ്റ് സി ഡി വിൽക്കുന്ന കടയാണല്ലോ. അപ്പം എപ്പോഴും അവർ പാട്ട് പ്ലേ ചെയ്യും. അപ്പൊ ഈ പാട്ടുകൾ എങ്ങനെയോ റെസ്പോൺസിബിലി എനിക്ക് ചെയ്തത്. അപ്പൊ അവരവിടെ കൂടുതൽ ഹിന്ദി പാട്ട് ഇംഗ്ലീഷ് പാട്ടൊക്കെ പ്ലേ ചെയ്യും. നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ആരാ ഏതാ ബാൻഡ് ഏതാ മ്യൂസീഷ്യൻ എന്നൊന്നും അറിയില്ല. പക്ഷെ കേൾക്കുന്നുണ്ട് ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഈ സോങ്സ് ഉണ്ട്. അപ്പൊ കുറെ കാലം എന്റെ കുട്ടിക്കാലം ഷേപ്പ് ചെയ്തിട്ടുണ്ട് ആ സോങ്സുകൾ. അപ്പോ എനിക്ക് തോന്നുന്നു ആ കേൾവിയാണ് എനിക്ക് പിന്നീട് എഴുതാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ വേറെ കുറെ ടൈപ്പ് ലിറിക്ക് അന്നും എനിക്ക് ലിറിക്കിലോട്ട് ശ്രദ്ധ പോകുമായിരുന്നു പെട്ടെന്ന്. എനിക്കിപ്പോ എഴുതുമ്പം മലയാളം പാട്ട് കേട്ടാലും ഹിന്ദി കേട്ടാലും ഇംഗ്ലീഷ് കേട്ടാലും തമിഴ് കേട്ടാലും ഒക്കെ എനിക്ക് അതിന്റെ ലിറിക്സിൽ അവര് അയ്യോ അത് ഭയങ്കര കൗതുകം ഉണ്ടല്ലോ. ഇപ്പൊ വൈരമുത്ത് സാറ്, വാലി സാറ്, ഗുൽ സാറ്, ജാവേദ് അക്തർ. അപ്പൊ ഞാൻ എപ്പോഴും ഈ ലിറിക്സിസ്റ്റുമാരുടെ പേരൊക്കെ നോക്കി നോക്കും, ഇതാരാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് അത് ഭയങ്കര കൗതുകം. അവരുപയോഗിച്ച മെറ്റഫോറുകൾ ഭയങ്കര കൗതുകം തരും. അതിലുള്ള കുസൃതികൾ ഭയങ്കര ഇഷ്ടം തരും. അപ്പം അത് എന്റെ മനസ്സിൽ എങ്ങനെയോ കിടന്നു. അതാണ് പിന്നീട് ഇപ്പം എഴുതുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഹെൽപ്പ് ആവുന്നതും ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് തിരികെ പോകാൻ പറ്റും. ഞാനേ ഇങ്ങനെ ആലോചിക്കുവായിരുന്നേ, ഈ പാട്ടുകൾ ഇങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസ് ഇങ്ങനെ കേട്ടത് കൊണ്ട് തന്നെയായിരിക്കും ഇപ്പം മലയാളം പാട്ട് വേറൊരു പാട്ടുകാരനെ കൊണ്ട് അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലുള്ള ഒരാളെ കൊണ്ട് പാടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പുതുമയുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പം സഞ്ജിത് ഹെഗ്ഡെ മലയാളം പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു പുതുമ, അല്ലെങ്കിൽ ബൊമ്മലു എന്നുള്ള വാക്ക് നമ്മുടെ KG മർക്കോ സാറ് പാടുമ്പോൾ കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ് ഉണ്ട്. ലൈക്ക് ഒരു സ്വാപ്പിംഗ് മെത്തേഡ് ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ചിലപ്പം ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, പല പല ഭാഷകൾ കേട്ട് അല്ലേ? അതെ 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 കറക്റ്റ് ആയിട്ട് അത് ഞാൻ എപ്പോഴും അതിനകത്തൊരു കാര്യം, ഞാൻ ഈ പാട്ടുകൾ തമിഴില് ഭയങ്കര പ്രാക്ടിക്കലാക്കി ഇവരെടുത്തു. ഈ മൾട്ടിപ്പിൾ ഭാഷ വെച്ചിട്ട് എഴുതണത് ഹിന്ദിയിൽ ഭയങ്കര പ്രാക്ടിക്കലാക്കി എടുത്തു. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വീടു മലയാളത്തിലത്. അപ്പം അതിലൊരു പ്രധാന ഘടകം ചോയ്സ് ഓഫ് വോയിസ് ആണ്. ഈ നമ്മൾ പറയണ മെസ്സേജ് എങ്ങനെ കൺവേ ചെയ്ത ആളുകളുടെ ചെവിയിലെത്തിക്കും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് വാക്ക് അതിന്റെ ഇടയ്ക്ക് വെക്കുമ്പോ നമ്മള് ഇപ്പൊ ബൊമ്മലു എന്നൊക്കെ ഉള്ള വാക്കുകൾ തെലുങ്കാന ബൊമ്മലു പ്രേമ കുടു എന്നൊക്കെ പറയുമ്പോ ഇത് പറയേണ്ടത് നമുക്ക് അതൊരു തിൻ ലൈനാണ്. നമ്മൾ ഇങ്ങനെ സീറ്റായിട്ട് പോയാൽ അത് പാവപ്പുറത്ത് നമ്മുടെ നാട്ടുകാർ കൂവി വിളിക്കും. അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് പോയാൽ ഇത് മനസ്സിലാവുകയില്ല, ഇത് കൺവേ ചെയ്യുകയില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് അതിനെ നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ മലയാളിയിൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ സിനിമയിലൊക്കെ പദങ്ങൾ ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ ഈ എന്ത് ചെയ്യും മല്ലയ്യ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ നമ്മളൊരു പ്രത്യേക വോയിസ് മോഡുലേഷൻ നമ്മൾ അറിയാതെ തന്നെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഒരു തമിഴ് ചൊവ്വയുള്ള മലയാളത്തിൽ വോയിസ് മോഡുലേഷൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പറയുന്നത്. അതും കൂടെ ചേർന്നാലേ ആ ട്രോൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേൾക്കുന്ന ആൾക്ക്, അല്ലെ? അപ്പൊ നമ്മളത് ബോധപൂർവ്വം ചെയ്യണ ഒരു പ്രവൃത്തിയുണ്ട്, നമ്മൾ അറിയാതെ അതിന്റെ ഇടയ്ക്കൊരു പ്രവൃത്തിയുണ്ട്. ഈ രണ്ട് പ്രവൃത്തികൾ ചെയ്യണേ. അപ്പൊ ഇത് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇംഗ്ലീഷ് വാക്ക് വെക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം. അപ്പൊ ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യും ഈ മ്യൂസിക് ഡയറക്ടറുമായിട്ട് അത് ഞാൻ ഭയങ്കരമായിട്ട് കൺവേ ചെയ്യുന്നത്. ഈ ഹാവ് ടു പിക്ക് ദ റൈറ്റ് വോയിസ്. അതിനുവേണ്ടി നമുക്ക് എത്ര പോകണ്ടായിരുന്നു. സഞ്ജീത് ഹെഗ്ഡെയൊക്കെ കിട്ടാൻ തന്നെ പാടാം. ബോംബെ പോകണം, അവന്റെ ഡേറ്റ് കിട്ടിട്ടില്ല, പുറകെ നടക്കണം. പക്ഷെ സ്റ്റിൽ എനിക്കറിയാം ഈ ഇംഗ്ലീഷ് മലയാളം മിക്സ്ചർ വരുമ്പോ അതിന് ടൂ മച്ച് ഫാൻസി ഇംഗ്ലീഷും വരരുത്, ടൂ ലോക്കൽ ഇംഗ്ലീഷും വരരുത്. ഇപ്പം ഒരു കോലവരിയിലൊക്കെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷും വരാൻ പാടില്ല, ഭയങ്കര ഒരു വെസ്റ്റേൺ സോങ്ങിന്റെ ഇംഗ്ലീഷും വരാൻ പാടില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു മൈൽഡ് സ്പേസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പോയി നിന്ന് അവനെ കൊണ്ട് ആ സെയിം സൗണ്ടിൽ പാടിച്ചെടുക്കുകയും കൂടെ ഒരു ദൗത്യമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഇടപെടുമ്പോൾ ഞാൻ അങ്ങനെ ഫുൾ ഓൺ ആയിട്ട് പറയും, അത് നാളെ വരുന്ന നാട്ടിലേക്ക് ഇങ്ങനെ നോക്കാം അങ്ങനെ നോക്കാം എന്ന് പറയും. ഉള്ളിൽ ഇങ്ങനെ പറയും ഇടപെടാ സജി ഇടപെടടാ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ സുഹേൽ കോയ എന്ന ലിറിസിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്തുള്ള പാട്ടുകൾ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇത് നമ്മുടെ സ്കെയിൽ വന്നതാ എന്നുള്ളൊരു നമ്മുടെ സ്വന്തം ആണെന്നുള്ളൊരു ഇമോഷൻ കൂടും. അങ്ങനെ ഒരു
ഇമോഷനൊക്കെ ഞങ്ങൾക്ക് തന്ന ഒരുപാട് പാട്ടുകൾ തന്ന സുഹേൽ കയെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തത് ഒരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot വിത്ത് മീ RJ ജോ ആൻഡ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹേൽ കോയ. ഇക്ക നേരെ നമ്മൾ ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. നമ്മുടെ സെഗ്മെന്റിന്റെ പേര് സുഹേൽ പീഡിയ എന്നുള്ളതാണ്. ഈ വിക്കിപീഡിയ എന്നൊക്കെ പറഞ്ഞ പോലെ എൻസൈക്ലോപീഡിയ. ഓക്കെ, അതായത് സുഹേൽ കോയ തന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിലത്തെ കുറച്ച് വാക്കുകൾ മാത്രം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ ബൊമ്മലു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം ബൊമ്മലു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു അർത്ഥം പറയുക, അതാണ് ഫസ്റ്റ് വേണ്ടത്. ഇതിന്റെ അർത്ഥം പറയുക, അതോടൊപ്പം തന്നെ ഈ ഒരു വാക്ക് ഡിറൈവ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ അതെന്നാന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ബൊമ്മലു എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ ഒരു സ്ത്രീയുടെ പ്രതിമയാണ്. അതിന്റെ തലയിൽ ഇങ്ങനെ കിടന്ന ആട് നമ്മളെല്ലാവരും കണ്ടു കാണണം. അതിന്റെ പേര് അതിങ്ങനെ ഒരു സാരി ഉടുപ്പിട്ട് ചമ്പം പൊട്ടിട്ട് ഇരിക്കുന്ന ഒരു ചേച്ചി, അച്ഛൻ്റെ അമ്മയ്ക്കകത്ത് ഇങ്ങനെ തലയാട്ടുന്ന. അതന്നെ. അപ്പൊ അതിന് ആന്ധ്രാപ്രദേശില് ഒരു സ്ഥലത്താണ് അത് ഉണ്ടാക്കുന്നത്. അവിടുത്തെ ഒരു കരകൗശല വിദഗ്ധർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അതിന് അവര് പറയുന്നത് ബൊമ്മലു എന്നാണ് ഇവിടെ പറയാം. അപ്പം ഇതിപ്പോ ഞാനും വിഷ്ണുവും ഗിരീഷും കൂടെ ചെന്നൈയിൽ ഇരിക്കുമ്പോ ഞാനിങ്ങനെ കുറച്ച് ഹൈദരാബാദ് എലമെന്റുകൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ആ പാട്ടിൽ എപ്പോഴും നമുക്ക് ആ ഒരു ടൂർ പാട്ടായതുകൊണ്ട് തന്നെ ഹൈദരാബാദ് അപ്പൊ NTRന്റെ സിറ്റിയാണ്, ചാർമിനാർ, അങ്ങനത്തെ വാക്കുകൾ. അപ്പം ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന റാൻഡം സാധനങ്ങൾ, പക്ഷെ അതിന്റെ ബാക്കിലോട്ടുള്ള വലിയ അർത്ഥങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മള് ഇത് ചാർമിനാറാണെങ്കിൽ ചാർമിനാർ. അപ്പൊ അങ്ങനെ കാണുന്ന ഒരു 1 day 2 day ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്രയും ബേസിക് ഇൻഫർമേഷനിൽ കിട്ടുള്ളൂ. ബേസിക് കുറെ സാധനങ്ങൾ, ഇതാണ് അവിടുത്തെ ഹൈദരാബാദ് ബിരിയാണി, ഇതാണ് അവിടുത്തെ ചാർമിനാർ, ഇതാണ് അവിടെ സിറ്റി, ഇതാണ് NTR ഫിലിം സ്കൂൾ, എത്ര ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ഇമേജറി മാത്രം മതി ഞാൻ തന്നെ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞാൻ അതിനൊരു ഹുക്ക് വേണം. അപ്പൊ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് എനിക്ക് ബൊമ്മലു എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ അകത്ത് ബൊമ്മലു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വീർത്തിരിക്കുന്ന ഒരു ഉണ്ട ക്യൂട്ടപ്പി സാധനം ഫീൽ അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ പിന്നെ അപ്പൊ ഞാൻ അതിനകത്ത് തെലുങ്കാന എന്നുള്ള വാക്ക് ഞാൻ അപ്പൊ റീസെന്റ് ഈ തെലുങ്കാന സ്റ്റേറ്റ് വിഭജനമൊക്കെ വന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ ആ വാക്ക് തെലുങ്കാന ബൊമ്മലു, അപ്പൊ അവർക്ക് ആ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ നമ്മൾ അതിന് വർക്ക് ചെയ്തു. ഓക്കെ, ഇക്കൊക്കെ അറിയത്തില്ല എത്ര തവണ ഞാൻ തന്നെ എൻ്റെ പരിപാടിയിൽ ഈ പാട്ട് ഇട്ടിട്ടുണ്ടെന്ന്. ഞാൻ തന്നെ ഈ പാട്ടിടും, ഞാൻ തന്നെ ഓണറിലിരുന്ന് എൻജോയ് ചെയ്ത സമയമുണ്ട് ഈ പാട്ട് കേട്ടോണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് തന്നതിന്. ആൻഡ് അടുത്ത സുഹേൽ പീഡിയയിലെ അടുത്ത വാക്കെന്ന് പറയുന്നത് അശുഭമംഗളകാരി. അത് ഈ പറഞ്ഞ പോലെ നമ്മള് ആ സമയത്ത് ഒരു ഈ ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ തമ്മിൽ ചേരാത്ത സാധനങ്ങൾ, പകൽ രാത്രി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ ഒരു ഓക്സിമോറോൺ വെച്ചിട്ടാണ് ആ പാട്ട് മൊത്തം ചെയ്തിട്ടുള്ളത്. എല്ലാം ഇങ്ങനെ ചേരാത്ത പോലത്തെ സാധനം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ശീലിച്ചിട്ടുള്ള. അപ്പൊ പാട്ടൊഴിഞ്ഞ ആകാശവാണി, തോട്ടടിഞ്ഞ ജാൻസിറാണി. അപ്പൊ ജാൻസിറാണി വിക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ പരാജയത്തിലാക്കി. ആകാശവാണിയിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് പാട്ട് ഇല്ലാത്തത്, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ നടീനെ അതിന്റെ നായിക കഥാപാത്രത്തെ വിശേഷിപ്പിക്കാം. കാരണം പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ട്, ഭയങ്കര കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഭയങ്കര സ്ലിംസിയാണ്. എവിടെ ഇരുന്നാൽ തെന്നി വീഴും, എന്തെങ്കിലും ചെയ്താൽ തെറ്റിപ്പോകും. അങ്ങനത്തെ ഒരു പെൺകുട്ടിയൊക്കെയാണ് ഗിരീഷ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഹ്യൂമൻ എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞതാ, അപ്പൊ എനിക്ക് ഇങ്ങനെ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ്സ്. അപ്പം അവന്മാരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അവരൊന്നും ആകാൻ വിളിക്കും. അങ്ങനെ അപ്പൊ ഞാനൊരു വാക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഞാൻ അതിനൊരു ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട്, അവളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്ക്. അപ്പൊ ഞാൻ ശുഭവും മംഗളവും ചേർന്നൊരു വാക്കുണ്ടല്ലോ, ശുഭമംഗളകാരി എന്നൊരു വാക്കുണ്ടല്ലോ. അപ്പം ഞാൻ അതിനെ അശുഭമാക്കിയിട്ട് അശുഭവും മംഗളവും കുറെ സമയം തന്നെ ഈ രണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒരുമിച്ച് ചേരുന്ന പോലെ എന്നുള്ളൊരു വാക്ക്. അപ്പൊ ശുഭമംഗളകാരി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വാക്കുണ്ടാക്കി. എന്നിട്ട് ഞാനതിങ്ങനെ അപകടകാരി, അടിമുടി ഇടയില്ലാണ്ട് അടിപാളും ഒരു ശുഭമംഗളകാരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിന്റെ റാപ്പുകളെ ഇങ്ങനെ ചുമ്മാ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാടി ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ചുമ്മാ അവന്റെ പുറകെ ഇങ്ങനെ ഇരുത്തിട്ടീനോന്ന് പറയും. അപ്പൊ അവന് ഇരുട്ടും കിടപ്പുണ്ടാകാൻ ഉണ്ടാക്കാണ്ടിരിക്കില്ലൊക്കെ എന്നത്. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടപ്പെടും, അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനത് വേറൊരു പേഴ്സൺ കണ്ടാണ് അങ്ങനത്തെ ഒരു രീതിയിലാണ്, വൈബിലാണ് വർക്ക് ചെയ്യുക. അപ്പം അവൻ പറഞ്ഞാൽ ഞാനൊരു സാധനം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ അശുഭമംഗളകാരി കൊണ്ട് ഒരു ഹുക്ക് ഉണ്ടാക്കി. പിന്നെ അതിന് ചുറ്റിനും ഞങ്ങൾ ബാക്കി പാട്ട് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അടിപൊളി അടിപൊളി. അങ്ങനെ അതും ഹിറ്റായി, ഇതും ഹിറ്റായി, എല്ലാം ഹിറ്റായി. ഹിറ്റായ മറ്റൊന്നിലൊന്നാണ് ഹിജാബി.
അപ്പം ഹിജാബി എന്ന വാക്ക് വന്ന വഴി നമുക്ക് കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ പാട്ടുകൾക്ക് ശേഷം. അപ്പൊ എന്തായാലും ആ ഒരു മൂഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹിജാബി പാട്ട് തന്നെ ഞങ്ങൾ കേട്ടാലോ. അപ്പൊ കേൾക്കാം മ്യാവ് സിനിമയിലെ ഹിജാബി സോങ് ഓൺ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹേൽ കോയ. 89.6 FM Circuit Kshetra SK Hotspot. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ലിറിസിസ്റ്റ് സുഹേൽ കോയാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. അങ്ങനെ നമ്മൾ സുഹേൽ പീഡി എന്ന സെഗ്മെന്റിലൂടെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വാക്ക് എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഹിജാബി. ആ ഒരു വാക്ക് വന്ന വഴി, അതിന്റെ കഥ എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് വമ്പൻ ഹിറ്റ് ആയിരുന്നു ആ പാട്ട് അല്ലേ? അതെ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഈ വാക്ക്, അതായത് ഹിജാബ് ഇടുന്ന പെണ്ണ് എന്നുള്ളതാണ് ഹിജാബി എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം. ഹിജാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്ന തലയിൽ ചുറ്റിയിടുന്ന സ്കാർഫിന് ജനറലി പറയണ ഹിജാബ്. ആക്ച്വലി അറബി വാക്കിന്റെ അർത്ഥം മറയെന്നാണ് മനസ്സിലായത്. അപ്പം ഇതിന് ഈ തലയിൽ ചുറ്റിയിടുന്ന സാധനത്തിന്റെ ആക്ച്വൽ പേര് ഹിമാർ എന്നാണ്. പക്ഷെ ഹിജാബ് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ അതങ്ങനെ അപ്പൊ ലാലു സാറ് അന്ന് ഞാനും ദക്ഷിണ കൂടെ ലാലു സാറിന്റെ വീട്ടില് ഒറ്റപ്പാലത്തൊരു വീടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത്. ഭയങ്കര മനോഹരമായ ഒരു സ്പേസ് ഉണ്ട് സാർ. അപ്പം ഞങ്ങൾ അവിടേക്കുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ലാലു സാറിനൊക്കെ പോലെ നമ്മൾ കേട്ട് വളർന്ന പാട്ടുകൾ ഏറ്റവും എടുപ്പായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മനുഷ്യനാണല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ പടത്തിലെ പാട്ടുകൾ എല്ലാം നമുക്കൊക്കെ അറിയാവുന്ന പാട്ടുകളാണല്ലോ, ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പൊ പുള്ളി വിളിച്ചപ്പോ തന്നെ നമ്മളിങ്ങനെ എന്റെ അമ്മേ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ. അപ്പൊ പുള്ളി അത് വേണ്ട, പേടിക്കുന്ന വേണ്ട, നിങ്ങൾ 2 ദിവസം എന്റെ കൂടെ വന്ന് ഒറ്റപ്പാലത്ത് നിൽക്കി, പണിയൊന്നും എടുക്കണ്ട, ചുമ്മാ ഒന്ന് നിൽക്കുന്നു പറഞ്ഞു. നമ്മൾ ഓക്കെ എന്നാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി 2 ദിവസം സാറിന്റെ കൂടെ വൈകുന്നേരം എത്തുമ്പോൾ പുഴയൊക്കെ പോയി കുളിക്കും. ടീച്ചർ സാറിന്റെ വയസ്സുണ്ട് പഴംപൊരിയും ചായയൊക്കെ കൊണ്ട് തരും. ഞങ്ങളൊക്കെ തിന്ന് 2 ദിവസം തിന്ന് മുടിപ്പിച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തന്നെ കുറ്റബോധം അടിച്ചു, നല്ലൊരു പാട്ട് എനിക്ക് ചെയ്ത് കൊടുത്തില്ലേ മോശമാണ് അങ്ങനെ. അപ്പൊ ഇരുന്ന് ഞാനിങ്ങനെ അപ്പൊ എനിക്കൊരു ഇച്ചിരി പോയറ്റിക് സാധനം കൊണ്ടുണ്ട്. കാരണം ഈ ഒരു കല്യാണം കഴിക്കാൻ വൈകിപ്പോയ ഒരു ചെറുക്കനും പെണ്ണും കുറച്ച് നാൾക്ക് ശേഷം പെട്ടെന്നൊരു കല്യാണാലോചന ആപ്പോഴി കാണുന്നു, അങ്ങനെ കണ്ടുമുട്ടുന്നു. ആ പെണ്ണ് വന്ന് കാണുകയാണ് ഈ ചെറുക്കനെ കടയിൽ വന്നിട്ട് അത് പോവാണ്. അപ്പൊ തോന്നുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ പെണ്ണ് ഹിജാബ് ഇട്ടിട്ടുണ്ട്. ഈ വിഷ്വലിൽ ഇങ്ങനെ പറയണം, ഷൂട്ട് ചെയ്തിട്ടില്ല, അതിങ്ങനെ പറയണം അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ ഒരു 4 വരി ഒരു ഗസൽ ഫോർമാറ്റില് ഓന ഹിജാബി കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട്. അപ്പൊ ഈ ഗസൽ ഫോർമാറ്റിന്റെ ഒരു എഴുത്ത് രീതി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് അതിലിങ്ങനെ ഈരടികളായിട്ട് എഴുതിയിട്ട് ഫസ്റ്റ് ഈരടിയുടെ സെക്കൻഡ് ലാസ്റ്റ് വേർഡും രണ്ടാമത്തെ ഈരടിയുടെ സെക്കൻഡ് ലാസ്റ്റ് വേർഡും റെയിം ചെയ്യണം. അത് റെയിം ചെയ്താൽ മതി. അതായത് അപ്പൊ ഹിജാബിയെ കിനാവ് കണ്ടു, കിനാവ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കും, ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ടു. അപ്പൊ കിനാവും നിലാവും അവിടെ നമ്മൾ റെയിം ചെയ്തു. ഇനി പ്രസന്റ് ഫോർമാറ്റിന്റെ മറ്റൊരു നിബന്ധന എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഈരടിയുടെയും സെക്കൻഡ് ഈരടിയുടെയും സെക്കൻഡ് ലാസ്റ്റ് വേർഡുകൾ റെയിൻ ചെയ്യണം. ഫൈനൽ വേർഡ് ഒന്നായിരിക്കണം. അതാണ് കണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അത് രണ്ടും ഒന്നായിരിക്കണം. ഇനി അപ്പം ഗസലിന് ഒരു 6 ഷർട്ടുകളുണ്ട്, ഒരു 6 നിബന്ധനകളുണ്ട്. അതിലെ മേജർ നിബന്ധന ഇതാണ്. പിന്നെ 3ാമത്തെ ലൈനില് വരുമ്പോ ഇതില് ഒന്ന് റെയിൻ ചെയ്യാനും പാടില്ല. 4ാമത്തത് വരുമ്പോ 4ാമത്തെ വരിയുടെ സെക്കൻഡ് ലാസ്റ്റ് വേർഡും ആദ്യത്തേലെയും 2ാമത്തേലെയും സെക്കൻഡ് ലാസ്റ്റ് വേർഡായിട്ട് റെയിൻ ചെയ്യണം. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ഓന ഹിജാബിയെ കിനാവ് കൊണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ടു, മരുഭൂമിയിൽ എന്തോരം യാതൊരു ബന്ധമില്ല, മലബാറിൽ പൂക്കണ പൂവ് കണ്ടു. അപ്പൊ നിലാവും കിനാവും പൂവും റെയിൻ ചെയ്തു. കണ്ട് എന്നുള്ളത് സെയിം വാക്കുമായി. അങ്ങനെ ഒരു 4 വരി. അപ്പൊ എനിക്ക് അങ്ങനെ ഗസൽ ഫോർമാറ്റിൽ അതിന്റെ ഷർട്ടുകളോട് ചേർന്ന് എഴുതണമെന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന എഴുതി. ഇത് നമ്മൾ അന്ന് ഡൽഹി പോയി പഠിച്ചതല്ലേ അല്ലേ? അതാണ് അതിന്റെ ഒരു ഗുണമാണ്. ഇപ്പം നമ്മൾ അനുരാഗ ലോല രാത്രി വരവായി നീല രാത്രി, അത് ലോല നീല രാത്രി എന്നൊക്കെ യൂസഫ് അലി സാഹിബ് എഴുതുന്നതും ആ ഗസൽ ഫോർമാറ്റിൽ തന്നെയാണ്. പക്ഷെ മലയാളത്തിൽ എന്താ പറയുക, ഹിന്ദിയില് ഉറുദുവിലൊക്കെ നമുക്ക് ഒരു 10-20 ലൈൻ അങ്ങനെ എഴുതാം. അത്രയും റൈമിംഗ് വേർഡ്സ് ഉണ്ട് അവർക്ക്. നമുക്ക് അത്രയും വേർഡ്സ് കുറവാണ്. 2, 4 വരി 5 വരി എഴുതുമ്പോൾ നമുക്ക് ക്ഷാമം എഴുതും. പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ അത് അവിടെ വെച്ച് വിട്ടു. 4 വരി എഴുതി. പക്ഷെ ഒരു അവസരം വന്നു അല്ലേ? അവസരം വന്നപ്പോ നമ്മളത് നല്ല അടിപൊളിയാക്കി. ആൻഡ് ഞാനിങ്ങനെ ആദ്യം ഈ വേർഡ് കേട്ടപ്പോ ഞാനിങ്ങനെ ഓർത്തേനെന്നറിയാവോ, ഹിജാബ് ഇടുന്നവൾ ആരോ അവൾ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓർത്തുപോയി. അല്ല അതിന്റെ അത് ഞാൻ വിചാരിക്കുന്നേ, ഇപ്പം സാറ് അതും ഒരു പുതിയ വാക്കാണ്. ഈ മുസ്ലിങ്ങൾക്ക് മാത്രമേ പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അധികം പേർക്ക് അത് മനസ്സിലായെന്ന് വരത്തില്ല. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നൊരു പേടി ഒക്കെ നമുക്ക് തോന്നാം. പക്ഷെ സാറിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനത്തെ സാധനങ്ങൾ, സന്തോഷമാണ് അങ്ങനത്തെ ഡിഫറെന്റ് സാധനങ്ങൾ ട്രൈ ചെയ്യാൻ. അപ്പൊ പിന്നെ എനിക്ക് അത് ഓൾറെഡി ഇഷ്ടമായിരുന്നു.
ഓക്കെ, അപ്പം അങ്ങനെ ഹിജാബിയും ഫേമസ് ആയി. ഇനി ഇപ്പം കുറച്ച് നാളുകൾക്ക് മുന്നേ റിലീസായ പടമാണ് പൊന്മാൻ. പൊന്മാനിലെ പടം ഹിറ്റായി. അതുപോലെ തന്നെ അതിനകത്ത് ബ്രൈഡാത്തി സോങ്ങും മറ്റ് നമ്മുടെ പക പാട്ടാണെങ്കിലും എല്ലാം വമ്പൻ ഹിറ്റായി. പക്ഷേ ബ്രൈഡാത്തിയിലേക്കാണ് നമ്മുടെ വാക്ക് വരുന്നത്. സുഹൈൽ പീഡിയയിൽ അടുത്ത വാക്ക് ബ്രൈഡാത്തി. അതെങ്ങനെയാണ് ആ ഒരു വാക്ക് വന്നത്, എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ അതും ഈ പറഞ്ഞ ഞങ്ങള് പൊന്മാൻ ഭയങ്കര ഇങ്ങനത്തെ സിനിമകളുടെ ഏറ്റവും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന നല്ല സിനിമ പാട്ടുകൾ വരുമ്പോൾ ഇതിൽ നമ്മൾ കുറെ കൂടെ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സിനിമകളായിരിക്കും. നമ്മളെ ഇതൊരു ഭയങ്കരമായിട്ട് അതിന്റെ ക്രൂ നമ്മളെ അങ്ങനെ അതിലേക്ക് ഇന്നാക്കും. അപ്പൊ എന്നെ ജ്യോതിഷേട്ടനെയും ജസ്റ്റിനെയും പിടിച്ചുകൊണ്ട് പോയി മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞ കൊല്ലം ഭാഗത്തുള്ള ഒരു ഐലൻഡുകളിലാണ് ഷൂട്ട് നടന്നിരിക്കുക. അവിടെ കൊണ്ട് 2 ദിവസം താമസിപ്പിച്ചു. അപ്പൊ അവിടുത്തെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അവിടുത്തെ ആൾക്കാർ അവിടെ കായലിൽ വലയിട്ട് ജീവിക്കുക, പൊങ്ങല് മീൻ പിടിച്ച് ജീവിക്കുക, കക്ക വരുന്ന ആൾക്കാർ ഇവരുടെ സംസാരം ഞാനിങ്ങനെ ശ്രദ്ധിക്കും. അപ്പം അവർക്ക് കുറെ അവർ ഇംഗ്ലീഷ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ വെച്ചിട്ടാണ് അവരുടെ ഇംഗ്ലീഷ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കൊല്ലം സ്ലാങ്ങിലും ഒക്കെ പറയണം. അപ്പം അത് ഞാനിങ്ങനെ നോട്ട് ചെയ്തു. അവർ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, സംസാരിക്കുന്നതിനിടയ്ക്കൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു നുണുക്ക് രീതിയിലാണ് അവർ പറയണത്. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ എനിക്ക് പിന്നെ ഇവിടെ നിന്ന് കല്യാണപ്പാട്ട് വേണം. അവര് ലോക്കൽസ് ഉണ്ടാക്കിയ ഒരു ബാൻഡ് മേളക്കാർ വന്ന് പാടുന്ന ഒരു പാട്ട് എങ്ങനെയായിരിക്കും, അങ്ങനെ മതി. വലിയ അതിനകത്ത് ഭയങ്കര വേറെ ആലോചനകൾ വേണ്ട. ആ റോനസ് അവർക്ക് വേണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കണ്ണു കെട്ടി മിന്നു കെട്ടി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അങ്ങനത്തെ ഒരു സാധനം എഴുതി. ഒരു ശരിയായ പെണ്ണ് ഒന്നും നോക്കാനില്ല, കണ്ണടച്ച് ഇങ്ങനെ കെട്ടുവാണ് എന്ന് പറഞ്ഞ പോലെ അത് എഴുതി ഇങ്ങനെ വന്നു. അപ്പൊ എനിക്കൊരു മെയിൻ സ്ഥലത്തോട്ട് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത് ബ്രൈഡിനെ വിളിക്കുന്ന ഒരു ബ്രൈഡാപ്പിയെ നമ്മൾ പെണ്ണാപ്പി എന്നൊക്കെ വിളിക്കുന്ന പോലെ, തങ്കത്തി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രൈഡാപ്പി എന്ന് വിളിക്കാം. ഞാൻ അങ്ങനെ ജസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ വിലാതെ എഴുതി അവർക്ക് എല്ലാവർക്കും ഓക്കെ. ഇനി മുതൽ ഭാവിയിൽ സുഹൈൽ കോയ മലയാളത്തിന് ഒരുപാട് ഭാഷകൾ നൽകിയ ഒരു വ്യക്തി എന്ന പേരിലും അറിയപ്പെടുന്നതായിരിക്കും. ഞാനത് എനിക്ക് 2 പേടിയുണ്ട്. ഒന്ന് ഇപ്പം ഭാഷ എന്ന് പറയാൻ പോണെന്നുള്ള പേടി നല്ലോണം. അല്ല, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയല്ലോ. ഇപ്പൊ നമ്മള് മാറുന്ന സാഹചര്യത്തിന് നമ്മൾ മാറ്റം വരുത്തണം. ഇപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ 2 ഉണ്ട്. ഏതാണ് ആവശ്യം അത് നമ്മൾ ആ സമയത്ത് കൊടുക്കുന്നതായിരിക്കും എന്ന് തെളിയിച്ചു തന്ന ഒരു ലിറിസിസ്റ്റ് ആണ് സുഹൈൽ കോയ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മളിപ്പം ബ്രൈഡാത്തി പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പൊന്മാനിലെ ബ്രൈഡാത്തിയെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ പാട്ട് കേട്ടതിന് ശേഷം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹൈൽ കോയ. നമ്മളിങ്ങനെ ഒരു സുഹൈൽ പീഡിയ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം തന്നെ കുറച്ച് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് ഇതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ ലൈക്ക് അയ്യോ ഇപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചായിരിക്കും ഇത് എഴുതി വിടുന്നത്. പക്ഷേ ആളുകൾ വന്നിങ്ങനെ പറയുകയാണ് ഇങ്ങനെയും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പാട്ട്, ഒരു പോർഷൻ അങ്ങനെ വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിശയിപ്പിച്ച ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? അതല്ല, എനിക്ക് കുറെയൊക്കെ ഈ മിസ്പ്രൊനൗൺസിയേഷനും ഇപ്പൊ അങ്ങനെ പറയും. ഇപ്പൊ പിന്നെ ലിറിക്സ് ഓൾറെഡി അവൈലബിൾ ആണ് എല്ലാവർക്കും ഇന്റർനെറ്റിലൊക്കെ. എന്നാലും ചിലത് അത് കഴിയപ്പോ ഈ ഒരുപാട് പാട്ട് പേജുകളുണ്ട്. അപ്പം അവരൊക്കെ ചിലപ്പം ഭയങ്കര മിക്സായിട്ടിരിക്കുമ്പോൾ ലിറിക്സ് തെറ്റായിട്ട് ഏതെങ്കിലും വാക്കുകൾ വെക്കുക. കൽബ് എന്ന് പറയുന്ന മൂവിക്കകത്ത് ഓൺലൈനിൽ ഭയങ്കര വൈറലായ ഒരു പാട്ടുണ്ട്. അപ്പൊ പുഴയോളം മൊഞ്ച് പഹയാ പൊള്ളണ നെഞ്ച്. അപ്പൊ ഞാൻ പഹയാ പൊള്ളണ നെഞ്ചെന്നായിരുന്നു. അപ്പം എല്ലാവരും പഹയാന്നുള്ളത് വിട്ടിട്ട് അഹയാന്നുള്ളതായിരുന്നു. എല്ലാവരും വിട്ടിട്ട് അഹയാന്ന് പറഞ്ഞത്. എന്നിട്ട് എന്നെ കുറെ പേര് വിളിച്ച് ഈ അഹയാടെ അർത്ഥം എന്തോ ഞാൻ ചോദിക്കണം. അഹയാടെ അർത്ഥം എന്തോ എനിക്കറിയില്ല. എനിക്കറിയില്ലേ? ഞാനെവിടെ എഴുതിയത്? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആളുകൾ അതിനെ വേറെ രീതിയിൽ കേൾക്കണ ആൾക്കാരുണ്ട്. പിന്നെ ഈ അർത്ഥവും ഒക്കെ ആളുകൾ ചിലപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മാറി കേട്ടിട്ട് ഇത് ഇങ്ങനെയാണോ മീൻ ചെയ്തത്, അങ്ങനെയാണോ മീൻ ചെയ്തത് എന്നൊക്കെ പറയാറുണ്ട്. ചിലതൊക്കെ ഞാൻ പിന്നെ നല്ലതാണെങ്കിൽ ഞാൻ ക്രെഡിറ്റ് ഞാൻ എടുക്കും. അതെ അത് തന്നെയാണ്, സോറി, അല്ലെങ്കിൽ പിന്നെ വേണ്ടില്ല. ഓക്കെ, ഞാൻ എങ്ങനെ ആലോചിക്ക് പറഞ്ഞത് ഈ ലിറ്ററേച്ചറിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദ ഓതർ ഹാസ് നോ അതോറിറ്റി എന്നുള്ളത്. കാരണം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ അതിന്റെ മേൽ വലിയ അധികാരമൊന്നുമില്ല. ഇതിനെ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർക്കും ഇതിന്റെ ഈ ഒരു മീനിങ്ങോ ഇങ്ങനെയും ഇതിന്റെ അർത്ഥമുണ്ട്, അതാണ് കവി ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്ന പോലെ
ചില പാട്ടുകൾക്കൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഓ ഇതായിരിക്കും ഇതിന്റെ അർത്ഥം, ഇത് ഉദ്ദേശിച്ചത് എന്നൊക്കെ ഞങ്ങൾ തന്നെ ഇങ്ങനെ ചില വിലയിരുത്തിയതിൽ അതിശയിപ്പിച്ച വിഷമമുള്ളത് ഈ ഒരു മിസ്പ്രൊനൗൺസിയേഷൻ ആണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഖേദിപ്പിക്കുന്ന ഒന്നല്ലേ? അതെ അതെ അതെ, ശ്രദ്ധക്കുറവൊക്കെ സമയത്ത് റെക്കോർഡിങ്ങിന് നമ്മൾ പോയി ഇരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം അങ്ങനെയുണ്ട്. ചിലർക്ക് നമ്മൾ ഭയങ്കര കമ്മിറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ സമയത്ത് മിക്ക റെക്കോർഡിങ്ങും മിസ്സാവും. അപ്പോൾ ഇപ്പൊ ഒരു പ്രശ്നം വെച്ചാൽ അപ്പൊ ചിലപ്പോ മ്യൂസിക് ഡയറക്ടർ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതായത് ഇപ്പൊ ഭയങ്കര ഇപ്പൊ നേരത്തെ പാടിയ പോലെ ജാതിക്കത്തോട്ടത്തില് നിന്റെ മിഴി ഞാൻ കണ്ടന്ന് പിടി വിട്ടെന്റെ ചങ്കൊന്ന് അപ്പൊ അങ്ങനെ അന്ന് ഒന്ന് ഇന്ന് ഇങ്ങനെ മാറ്റുമ്പോ അത് പെട്ടെന്ന് ഇപ്പൊ മോഹൻ ബാരാരി എഴുതിയ തമാശയിലൊരു പാട്ടുണ്ട്, കാണുമ്പോൾ നിന്നെ ദൂരങ്ങൾ മെല്ലെ നിന്നെ, അപ്പൊ നിന്നെ അവിടെ നിന്നു സ്റ്റോപ്ഡ്. പക്ഷെ അതാരും അത് ശ്രദ്ധിക്കില്ലല്ലോ. നിന്നെ കണ്ടപ്പോൾ ഗ്യാപ്പ് വേഗം സ്പീഡൊക്കെ നിന്നുപോയി. ഫ്രോസൺ ഇൻ ടൈം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അവിടെ കൺവേ ചെയ്യാൻ ശ്രമിക്കണേ. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നിന്നെ ദൂരങ്ങൾ മെല്ലെ നിന്നെ തന്നെ പാടി അങ്ങ് പോകും. അപ്പൊ എനിക്ക് അതിന്റെ ആ ഡെപ്ത് മിസ്സായോ ഓഡിയൻസിന് എന്നുള്ളത് സങ്കടം വരും നമുക്ക്. കാരണം അവർ അത്രയും ആലോചന അതിന്റെ പുറകിൽ വെച്ചിട്ടാണല്ലോ അത് എഴുതണേ. അപ്പം അയ്യോ അത് ഇച്ചിരി ശ്രദ്ധിക്കായിരുന്നു, അല്ലെങ്കിൽ ട്യൂണിൽ ബെറ്റർ ആയിട്ട് കൺവേ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് ലിറിസിസ്റ്റുകളുടെ ഒരു എന്താ പറയുക ദുഃഖം അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളും അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കി നമുക്കിനി അത് ഏറ്റുപാടാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മൾ ഇനി പാട്ടുകളിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം SK ഹോട്ട്സ്പോട്ടിൽ സുഹൈൽ കോയ ഉണ്ട്, കൂടെ ഞാനും ഉണ്ട്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ്. പാട്ടുകളുടെ വിശേഷവും അതിന്റെ എഴുത്തിന്റെ ആ ഒരു കഥകളും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലിറിസിസ്റ്റ് സുഹൈൽ കോയ. നമ്മളിങ്ങനെ ഓരോ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈസ്റ്ററിൻ്റെ അന്ന് എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചേ. അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഡോക്ടറിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പം അവിടെ കുറേ ആളുകൾ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുക. അപ്പം അതിലൊരു ചേട്ടൻ ഇങ്ങനെ ഫോണിൽ റീല് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ അച്ഛനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷമത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പാട്ടിങ്ങനെ വരിക, എന്ത് വിധിയത് വല്ലാത്ത ചതിയത്. എനിക്ക് ചിരിക്കണമെന്നുണ്ട്, ചിരിക്കാനും പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ ആയിപ്പോയി. അപ്പം നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള ഒരു പാട്ട്, ആ ബാക്ക്ഗ്രൗണ്ടിൽ ആരോ ഇട്ടോ വന്നൊരു പാട്ട്. അപ്പം ഈ ഒരു പാട്ട് ഒരുപാട് പേർക്ക് കണക്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മുടെ. കാരണം ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഒരു ഡൗൺ ട്രോഡൺ അവസ്ഥയൊക്കെ നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴൊക്കെ നമ്മളൊരു റീലായിട്ടും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് ആയിട്ടും ഒക്കെ നമ്മളിത് അങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ പാട്ട് ഇക്കാടെ ലൈഫിൽ എപ്പോഴെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്ത് വിധി ഇതെന്ന് അങ്ങനെ ആലോചിച്ച് പോയിട്ടില്ല എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ? അത് ആ പാട്ടിന്റെ സിറ്റുവേഷൻ തന്നെയാണ്. അത് ആ പാട്ട് ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആണ്. അതിന്റെ അകത്തൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണ്ണമത്തിൽ 2 പാസേജ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ഞാൻ പതിയെ മുങ്ങി. അപ്പൊ ഇവന്മാരും ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. അപ്പൊ ഷെമീറിൽ നിന്ന് മരിച്ചു കിടന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. രോമം വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. അപ്പൊ കാരണം എനിക്ക് എന്റെ അടുത്ത് എറണാകുളത്ത് വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതൊരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കിത് പറയാനും വയ്യ, ഫോൺ എടുക്കാനും വയ്യ. അത് ജസ്റ്റ് എനിക്കിങ്ങനെ വോയിസ് ആണെന്ന് അറിയാം. ഭയങ്കര കലിപ്പാവട്ടെ ഇതാ, ഇത് നീ വരുന്നില്ല, ഇത് റെക്കോർഡിങ് അടുത്ത ദിവസം ഉള്ളതാണ്, ഫീച്ചറിന്റെ ഇറക്കേണ്ടതാണ്, ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വോയിസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അറിയാം, ഞാൻ ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ട് സെറ്റ് ചെയ്തരാം, ഉറപ്പായിട്ട് സെറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അമ്മയുടെ ഒരു 4-5 പേര് എങ്ങനെയെങ്കിലും എഴുതിയിട്, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വൺ പ്രഷറിലേക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ട് അപ്പൊ എനിക്കതിലൊരു തമാശ വന്നു. അപ്പൊ ഞാൻ മൊബൈലിൽ തന്നെ എടുത്തിട്ട് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തൊരു വഴിയാണ്, എന്ത് വിധി ഇത് വല്ലാത്ത ഗതി ഓർക്കാ പുറത്തെന്റെ പിന്നൊരടി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അങ്ങനെ ഒരു 4 വരി അതെനിക്കൊന്ന് 2 മിനിറ്റ് പോലും എടുത്തില്ല അത് എഴുതാൻ. ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ തന്നെ എഴുതി. അപ്പൊ അത് ഞാൻ എഴുതിയിട്ട് ഞാനത് അവനൊരു ട്രോള് പോലെ ഇങ്ങനെ വാട്സാപ്പ് ചെയ്യുവാണ് ഞാൻ അവനെ. അപ്പൊ അവൻ തന്നെ തിരിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ മെസ്സേജ്. ഞാൻ പറഞ്ഞാ അത് വരിയല്ല എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ പുള്ളി പറഞ്ഞു വരിയല്ലേ? ഞാൻ പറഞ്ഞ അത് എന്തുകൊണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞ ഇത് എവിടെയെങ്കിലും വേണേ ഇടക്കുമല്ലോ ഒക്കെ എന്തെങ്കിലും വെക്കും, ഇത് തുടക്കത്തിലൊന്നും വെക്കേണ്ടത്, ഇത് ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വേണമെങ്കിൽ അതിങ്ങനെ ചുമ്മാ പറയണ പോലെ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അല്ലൊക്കെ പറഞ്ഞു നോക്കട്ടെ അങ്ങനെ പുള്ളി ഇരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ അതിനകത്തൊരു പ്രാർത്ഥന ദൈവമേ എന്നൊക്കെ വിളിച്ചിട്ടാണ്
പാടുക. അപ്പോഴത്തേക്കും വിചാരം മാഷിനെ കൊണ്ട് പാടിക്കാം ഒരു പ്രാർത്ഥന പാട്ട് പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാന്ന് ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിനെ തേടുന്നു, നിന്നോട് ചോദിച്ചു നീ അവളെ എന്റെ പങ്കിൽ എഴുതു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 പ്രാർത്ഥന സ്വഭാവത്തിൽ ബാക്കി എഴുതി. പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് പാട്ടാക്കി. അങ്ങനെയൊക്കെയാണ് ഈ പാട്ട് ഉണ്ടായതല്ലേ? അതെ അതെ. പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസിൽ നോക്കിയാലും ട്രെൻഡിങ്ങിലാണ് ആ പാട്ട്. എപ്പോ നോക്കിയാലും എല്ലാരും പല സാഹചര്യത്തിൽ TV ചാനൽ വെച്ച രാഷ്ട്രീയക്കാരുടെ പരിപാടിയുടെ പുറകിലുണ്ടാവും ആ പാട്ട്. എന്തൊരു ട്രോൾ വീഡിയോയിലാണെങ്കിലും അയ്യോ ഇഷ്ടം പോലെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പോയപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു ഫാദർ എന്നെ കണ്ടിങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചു. അപ്പൊ അവളുടെ ചെറിയൊരു 7-8 വയസ്സൊക്കെയുള്ള കുട്ടിയുണ്ട്. അപ്പൊ അവള് എപ്പൊ ഞാൻ എന്തെങ്കിലും കൊടുക്കത്തില്ല എന്ന് വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറയുകയോ അല്ലെ മറന്നുപോയെന്ന് പറയാ, ആ കൊച്ചു ഈ വർഷം ഫോണിൽ ഇങ്ങനെ പാടി അപ്പൊ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയൊക്കെ എവിടേക്കോ ആളുകൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നു. സത്യം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ പാട്ട് തന്നെ ആവട്ടെ, ആ പാട്ട് എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞ് വന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറിജിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനി നേരെ നമ്മൾ എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് എന്ന പാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുത്തിലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot. കൂടെ ജോ ആണ്. അങ്ങനെ നമ്മൾ ജാതിക്കാത്തോട്ടം പാട്ടിന്റെ വിശേഷങ്ങൾ, എന്ത് വിധി ഇത് എന്ന പാട്ടിന്റെ വിശേഷങ്ങൾ, അശുഭമംഗളകാരി, ബൊമ്മലു, ബ്രൈഡാത്തി, ഹിജാബി ഒക്കെ പാട്ട് ഓരോ പുതിയ പുതിയ ഭാഷകളൊക്കെ മലയാളത്തിന് നൽകിയിട്ടുള്ള ലിറിസിസ്റ്റ് സുഹേൽ കോയയുടെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോട്ടെ. സംഭവം എന്താന്ന് വെച്ചാല് ഇക്കാടെ ഡ്രസ്സിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ ആ ഇൻസ്റ്റ പേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ഡ്രസ്സിങ് ഭയങ്കര സൂപ്പർബാ. അപ്പം ലൈക്ക് ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നേ, ഇനിയിപ്പോ അല്ല ഒരു സംശയം എന്താന്ന് വെച്ചാ താങ്കൾ സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, മാരീഡ് ആണോ, ഈ ഒരു സംഭവം എന്താണ്? ഇപ്പൊ ഒരുപാട് ക്രഷൊക്കെ ഉണ്ടാകുമല്ലോ ഈ പാട്ടുമൊക്കെ കേട്ട് കഴിയുമ്പോഴേ, സുഹൈൽക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് വരുമായിരിക്കുമല്ലോ. അപ്പം അതിന്റെ ഒരു ഗതിവിവരം എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഓക്കെ. അപ്പൊ സീക്രട്ട് ആണ് സംഭവം അല്ലേ? അതീവ രഹസ്യമായിട്ട് അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം വരും കാലങ്ങളിൽ അത് പരസ്യമാകുമായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് നൽകിക്കൊണ്ട് ഫാമിലിയിൽ തന്നെ വേറെ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എന്റെ ഫാമിലിയില് എന്റെ ഉമ്മയുണ്ട്, എന്റെ ഒരു അനുജനുണ്ട്, പുള്ളി ഷെൻഡൻസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരി ഡയറ്റീഷ്യനാണ്, പുള്ളിക്കാരി ഫാമിലി ആയിട്ട് കൊടുങ്ങല്ലൂരാണ്. അടിപൊളി. ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അതെങ്ങനെയാണ്? നമ്മുടെ സീക്രട്ട് ആളുടെ സപ്പോർട്ടും അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ടും ഇപ്പം ഞാൻ സീക്രട്ട് ആൾ അങ്ങനെയല്ല. അപ്പൊ അല്ല, ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒബ്വിയസ്ലി ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് അങ്ങനെ പാട്ടുകൾ എഴുതുന്നു, ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, സിനിമാക്കാരെ വീട്ടിൽ വരുന്നു. അവർക്ക് പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് എപ്പോഴും നമുക്ക് കണ്ടോ, മോഹൻലാലിനെ കണ്ടോ തന്നെ ഇവർക്ക് ചോദിച്ചിട്ടു. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മള് സിനിമ ലോകത്തൊന്നുള്ള ആരും ഇല്ല നമ്മുടെ ഫാമിലിയിലൊന്നും. അപ്പം അവർക്ക് ഈ പറഞ്ഞ പണ്ട് നമ്മൾ സിനിമയെ കാണുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ. അയ്യോ ഇപ്പൊ കുറച്ചുകൂടി ജനകീയമായല്ലോ, നമ്മളെവിടെ പോലും സ്റ്റാഫിനെയൊക്കെ കാണും, തിയേറ്ററിലൊക്കെ അവർ വിസിറ്റ് ചെയ്യും അങ്ങനെ. അപ്പൊ ഇവര് പണ്ടത്തെ ജനറേഷൻ ആൾക്കാർക്ക് അതൊരു അത്ഭുതമാണ്. അപ്പൊ ഉമ്മാക്കൊക്കെ ഇപ്പോഴും അത്ഭുതമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷെ സന്തോഷം വരെ ഈ ഇങ്ങനെ നമുക്കൊരു ഇഷ്ടമുള്ളൊരു പണി ചെയ്യുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയാന്നുള്ളത് ഭയങ്കര സന്തോഷം. അടിപൊളി അടിപൊളി. ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു, ഇംഗ്ലണ്ടിൽ മറ്റേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ വരുന്നത്. അതിനുശേഷം പിന്നെ ഫുൾ ടൈം എഴുത്ത് എന്നുള്ളൊരു മേഖലയിലേക്ക്. അപ്പം അങ്ങോട്ട് പോവാത്തത് എന്താ? സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടായിരുന്നോ ആദ്യത്തെ ആ ഒരു ഘട്ടങ്ങളില്? അത് അയ്യോ ഉറപ്പായിട്ട് അല്ലെ, എല്ലാവർക്കും ഇപ്പോഴാണേലും അതിനകത്ത് ഇപ്പൊ നമുക്ക് ഇതൊരു ഫുൾ ടൈം ജോബ് ആണോ എന്ന് ആൾക്ക് ഡൗട്ടാ. ഇപ്പൊ ക്യാൻ ബി അഫോർഡ് ദാറ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ അതിപ്പോ ആളുകൾ വിചാരിക്കും അങ്ങനെ ഇങ്ങനെ ജോലി ഉണ്ടോ, അല്ലെ ഇത് ഓക്കെ ആണോ, എങ്ങനെയാണ് ആ ഒരു കൺസേൺ ഉണ്ട്. പിന്നെ നമ്മൾ നീ പോയി MBA ഒക്കെ പഠിച്ച് അവിടെ ജോലി ചെയ്തു, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനെ സിനിമ അതും ചെയ്തു ഇതും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഓക്കെ, ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. എനിക്ക് മനസ്സിലാവും അതിന്റെ കൺസേൺസ് ഒക്കെ. ഇത് നമ്മുടെ ഭയങ്കര ഡിപ്പെൻഡബിൾ ഒരു കരിയറോ പക്ഷെ
ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിനോടുള്ള ടേസ്റ്റ് മാറി, നമുക്ക് റവന്യൂയുടെ സോഴ്സുകൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ റവന്യൂ വരുന്നുണ്ട്, സ്പോട്ടിഫൈ ആ റവന്യൂസ് വരാറുണ്ട്, നമുക്ക് IPRS എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെർഫോമൻസ് റൈറ്റ്സ് കിട്ടാറുണ്ട്. അപ്പം അതൊക്കെ ആണ്. നമുക്ക് ഇത് കൂടാതെ നമുക്ക് ഇപ്പൊ എഴുതി കൊടുക്കുമ്പോൾ കിട്ടുന്ന റവന്യൂ കൂടാതെ റോയൽറ്റീസും പെർഫോമൻസ് റൈറ്റ്സും അതിൽ നിന്നൊക്കെ ഭയങ്കര വലിയ തുകയല്ലെങ്കിലും ഓക്കെയാണ്. അപ്പം അത് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് വേറെയും കുറെ വെന്യൂസ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ പരസ്യങ്ങൾക്ക് വേണ്ടി പാട്ട് എഴുതുക, ഇത് എഴുതുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, റവന്യൂ ഇറ്റ് മേക്ക് സെൻസ് നൗ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്നില്ലല്ലോ. അതെ. ഇത് ഞാൻ ചെയ്തോണ്ടിരുന്ന ജോബോ അവിടെയും ചെയ്തോണ്ടിരുന്ന എനിക്ക് ഇഷ്ടമുള്ള പരിപാടി തന്നെ. പക്ഷെ എനിക്ക് കൂടെ ഈ ഇതിന്റെ അകത്ത് കിട്ടുന്ന ഒരു ക്രിയേറ്റീവ്, നമ്മളൊരു പരിപാടി ചെയ്തിട്ട് നമുക്കത് ഒരു ഓഡിയൻസിലേക്ക് എത്തിച്ച് അവരുടെ റെസ്പോൺസ് കിട്ടുന്ന ഒരു പരിപാടി. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ താഴെ കമന്റ് കാണാം, എല്ലാവർക്കും നേരെ ഇപ്പൊ ആളുടെ അഭിപ്രായം അപ്പൊ തന്നെ അറിയാൻ കഴിയുമല്ലോ. ചീത്തവിളിയാണെങ്കിലും നല്ലതാണെങ്കിലും അറിയാൻ കഴിയും. അപ്പം അത് തരുന്ന ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ജോ പറഞ്ഞ പോലെ ഇപ്പൊ ജോ നമ്മളിപ്പോ സുഹേൽ പീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ അങ്ങനെ ഒരു സാധനം പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വലുതാണ്. കാരണം ഫൈനലി നമ്മൾ ചെയ്തതിനെ ചെയ്തതായി തന്നെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അല്ലാതെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് വാട്ട് ഐ ആം ട്രൈങ് ടു ഡു ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ലാർജർ ഓഡിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. ഇപ്പൊ നിങ്ങളത് പറയുമ്പോൾ ആ വാക്കുകൾ ചോദിക്കുമ്പോൾ ഐ ആം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. ഓക്കെ, ആൻഡ് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓക്കെ പോരട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുതിയത് ഓരോന്നിങ്ങനെ ഞങ്ങൾക്ക് ഇട്ട് തരുന്നു, ഞങ്ങളതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഒരു കാരണക്കാരനായ സുഹൈൽ കോയയ്ക്കും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് കഴിയുന്നില്ല. ഇനി അടുത്തത് പുതിയ പ്രൊജക്ട്സിനെ കുറിച്ചൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ട്. അത് പാട്ടുകൾക്ക് ശേഷം കേൾക്കുന്നതായിരിക്കും. സുഹൈൽ കോയയുടെ അടുത്ത പാട്ടുകൾ ഏതൊക്കെ സിനിമകളിലാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. അങ്ങനെ പാട്ട് വിശേഷങ്ങളും പാട്ട് എഴുതി വന്ന കഥകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പാട്ടും പറച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രധാന കാരണമായി മാറിയത് സുഹൈൽ കോയ എന്ന ലിറിസിസ്റ്റ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഓക്കെ ഇന്ന പാട്ടിന്റെ കഥയൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ, ഇങ്ങനെയാണ് ഈ പാട്ടൊക്കെ വന്നത് എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ ഇനിയും ഞങ്ങൾ എൻജോയ് ചെയ്യേണ്ട പാട്ടുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകളാണ്, ന്യൂ പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഇനി വരാനിരിക്കുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ അൽത്താഫിന്റെ ഡയറക്ടർ ചെയ്യുന്ന പടം. അതെ കല്യാണി പ്രവേശനം ഫാസിലായിട്ട് ഒരു നല്ലൊരു സബ്ജക്റ്റാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അപ്പൊ അതിൽ പാട്ടുകൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ജസ്റ്റിൻ വർഗീസും കൂടെയാണ് ചെയ്യുന്നത്. അതുണ്ട്. പിന്നെ കമർ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഫർക്കീറ്റ് എന്ന് പറഞ്ഞ അതിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ആയിരുന്നു. അതെ. അതിന്റെ സിംഗിൾ ഉടനടി പ്രതീക്ഷിക്കാവോ? ഫസ്റ്റ് സിംഗിൾ ഉടനെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനെ എനിക്ക് ഇപ്പൊ പാട്ടുകൾ എവിടെയാണ് പടത്തിൽ വരുന്നതെന്ന് വലിയ കിട്ടില്ല. ചിലപ്പോൾ അവർക്ക് സ്റ്റോറി റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർ മൂവി കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുള്ളൂ, അതൊരു ക്രൂഷ്യൽ സ്റ്റേജിലാണെങ്കിൽ എന്നുള്ളത്. അപ്പം അത് വരുന്നുണ്ട്. നമ്മുടെ നിവിൻ പോളിയുടെ ഡോൾബി ദിനേശ്. അതെ അത് ഉണ്ട്. പിന്നെ സർക്യൂട്ട് ഗോവിന്ദദാസിന്റെ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പ്രേമലു 2 കയറാനുള്ള പാട്ടുകളാണ്. അത് ഇപ്പൊ അതിനകത്ത് ലൊക്കേഷൻ അവർക്ക് ഷൂട്ടിന് മുമ്പേ 2-3 പാട്ടുകൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ വിഷ്ണുവിടെ കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതിന്റെ അതിനകത്ത് പ്രതീക്ഷിക്കാവോ ബൊമ്മലു തുടങ്ങിയിട്ടുള്ള പോലത്തെ പുതിയ അതൊരു അതെ ഞാൻ കഥ കഴിഞ്ഞ തിരിച്ചിട്ട് കഥ പറഞ്ഞ ഭയങ്കര ഫണ്ണ് നിറഞ്ഞൊരു ഭയങ്കര ജോയി റൈഡ് ഫീൽ ചെയ്തു. അപ്പൊ അതിനകത്തുള്ള പാട്ടുകൾക്ക് അതുപോലത്തെ സ്വഭാവം ഉണ്ടാവണം, അങ്ങനത്തെ ഒരു എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് സാധനങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് നല്ല പ്രൊജക്ടുകൾ ലൈൻഡ് അപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇൻഡിപെൻഡന്റ് പരിപാടികൾ ചില മ്യൂസീഷ്യൻസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ബോംബെയിലൊക്കെ ഉള്ള മ്യൂസീഷ്യൻസ് ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ വരുമ്പോൾ പുറത്തേക്ക് റിവീലാവും. ഓക്കെ, അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. ഞാനേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോഴൊക്കെ മോസ്റ്റ് ഓഫ് ദി ടൈം വന്ന ഒരു പേരാണ് ജസ്റ്റിൻ വർഗീസ് എന്ന പേര്. അപ്പം ഈ ജസ്റ്റിൻ വർഗീസ് എന്ന മ്യൂസിക് കമ്പോസറുമായിട്ടുള്ള ഒരു കുട്ട ബന്ധമുണ്ടല്ലോ, അതെങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള ഒരു? അത് ഞാൻ തുടങ്ങിയപ്പോൾ മുതലുള്ളൊരു ബന്ധം കൂടെ കൊണ്ടായിരിക്കാം. പിന്നെ എന്റെ അവന്റെയും മ്യൂസിക്കൽ ടേസ്റ്റ്, ഞങ്ങളുടെ സിനിമകളുടെ ടേസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പം അത് എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ആയി. പിന്നെ അവനോട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ വിഷ്ണുവായിട്ട് അതുപോലെ തന്നെ വിഷ്ണു വിജയമായിട്ട് ഞാൻ അത്രയും തന്നെ ക്ലോസ് ആയിട്ടുള്ള
മറ്റു മ്യൂസിക് ഇവർ രണ്ടുപേരൊക്കെയാണ് ഞാൻ ഏറ്റവും ക്ലോസ്. അപ്പം ഇവരുടെ അടുത്ത് 2 ദിവസം നമുക്ക് യാതൊരു പ്രഷറും ഇല്ല. അവരുടെ മ്യൂസിക്കിനെ നമ്മൾ കളിയാക്കുന്നു, അവൻ നമ്മുടെ ലിറിക്സിനെ കളിയാക്കുന്നു, നമ്മൾ ചീത്ത പറയുന്നു, അവൻ ചീത്ത പറയുന്നു. അങ്ങോട്ട് അത് കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്കൂൾ ഫ്രണ്ടിനോടോ ഒരു ചൈൽഡ്ഹുഡ് ഒരു നൈബർഹുഡ് ഫ്രണ്ടിനോടോ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ്. അപ്പൊ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്രിഹെൻഷൻ ഇല്ലാതെ ഏത് ഐഡിയയും പുറത്തേക്ക് നമുക്ക് പിച്ച് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിങ്ങനെ അപ്പൊ കൂടി വന്നാൽ അവൻ കളിയാക്കത്രേ ഉള്ളൂ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ചും കളിയാക്കാം, കുഴപ്പമില്ല, അവർക്ക് ഈഗോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരുമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഹോൾ പ്രൊജക്ട് ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യുക. ഞാൻ പാട്ട് മാത്രം എഴുതാനല്ല, ഒരു ഫിലിം മൊത്തം കാണിക്കും, സ്കോറിനൊക്കെ എത്തിക്കും. സ്കോറിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പാടുകയും എഴുതുകയൊക്കെ ചെയ്യും. ചെറിയ ചെറിയ പാട്ടുകളൊക്കെ എന്നെ കൊണ്ട് മൂളിച്ചൊക്കെ ഇടിക്കും, ട്രാക്ക് പാടിക്കും. അങ്ങനെ കുറെ പരിപാടി ഞങ്ങൾ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് അത് വേറെ എക്സ്പീരിയൻസ് ആണ്. അത് കുറച്ചുകൂടെ നല്ല പ്രൊഡക്ടിവിറ്റി തരും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു കോമ്പിനേഷനിലും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കോമ്പിനേഷനിൽ ഒരു കൊളാബറേഷനിൽ ഇഷ്ടം പോലെ പാട്ടുകൾ വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ആൻറ്റിക്ക, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊരു നല്ലൊരു ഗ്രേറ്റ് ടൈം ഉണ്ടായിരുന്നു ഇക്കാടെ കൂടെ. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്നാ പറയാനുള്ളത്? എല്ലാവർക്കും നന്ദി. എന്റെ പാട്ടുകള്, എന്റെ ശൈലികള്, എന്റെ കൂടുതൽ കുറവുകൾ എല്ലാം സഹിച്ചതിനും ആസ്വദിച്ചതിനും ഒക്കെ നന്ദി. അപ്പൊ കൂടുതൽ പുതിയ പുതിയ പാട്ടുകൾ കേൾക്കുക, പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുകളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നിങ്ങളാണ് നമ്മുടെ റവന്യൂ സോഴ്സ്, നമ്മുടെ എനർജി, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഭാഗ്യമെല്ലാം നിങ്ങളാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പുതിയ പുതിയ സാധനങ്ങൾ വരും. ഓക്കെ ഞാനേ ചുമ്മാ ഒരു ഇതുകൊണ്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ 3 മണിക്കൂർ നമ്മൾ സംസാരിച്ചു. ആൻഡ് നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു പുതിയ വാക്ക് പറയുവാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? ഇതില് അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ വാക്കാണ്. എനിക്ക് സുഹേൽ പീഡിയ എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, അതിൻ്റെ അകത്ത് പീഡിയ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. കട എന്ന് പറയുന്ന മലയാളത്തിലെ പീഡിയ എന്ന് പറയുന്ന ഒരു പീഡിക എന്ന് പറയുന്നത്, വടക്കേ മലബാറിലൊക്കെ പീഡിക, ചായ പീഡിക എന്ന് പറയുന്നത്. അപ്പൊ അതും അതിന്റെ ആ മലയാളം വാക്കുണ്ട്. മറ്റേ പീഡിയ എന്ന് പറയുന്ന വാക്ക് പീഡിയയുടെ പീഡിയുണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ മറിഞ്ഞാൽ ഭയങ്കര രസം തോന്നിയിട്ട് അപ്പം അത് ഞാനത് വേറെ എവിടെയൊക്കെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഓക്കെ അപ്പൊ മെൻഷൻ ചെയ്താൽ മതി RJ ജോ. ഡെഫിനറ്റ്ലി ക്രെഡിറ്റ് ഗോസ് ടു പേനാടെ പടം വെച്ചിട്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. എന്തായാലും രസം ഉണ്ടായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പം ഇനിയും പാട്ടൊക്കെ പോരാ, ഞങ്ങൾ വെയിറ്റിംഗ് ആ പുതിയ വാക്കിന് വേണ്ടിട്ട് കേട്ടോ. ഉറപ്പായിട്ടും. ഓക്കെ താങ്ക് യു. ലവ്ലി ടോക്കിംഗ് ടു യു. താങ്ക് യു. 89.6 FM സർഗക്ഷേത്രം.